Everybody will get heart disease. The transplantation is only an extension of life. We can't give full lifespan to an individual after transplantation. ഇപ്പോൾ ഈയിടെ തന്നെ ഒത്തിരി പൊറോട്ടയും ബീഫ് വിൽ പ്രൊഡ്യൂസ് ക്യാൻസർ ഡിസീസ് എന്ന് പറയുന്നുണ്ട്. ദ ലെസർ ദ ഹാർട്ട് ബീറ്റ് ദ ലോങ്ങർ വി ലീവ്. ആയുർവേദ കനോട്ട് റീപ്ലേസ് എ വാൽവ് റീപ്ലേസ്മെൻറ്റ്. കേരള ഹെൽത്ത് കെയർ സിസ്റ്റം ഈസ് എക്സലൻറ്റ്. പിന്നെ ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളുടെ ഓർഗൻ ഡൊണേഷനെ വളരെയധികം ഡാമേജ് ചെയ്തിട്ടുണ്ട്. എക്സസൈസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ദ ഹ്യൂമൻ റേസ് ക്യാൻ ഹാവ്. പണ്ടത്തെ അത്ര ഒരു ട്രാൻസ്പെറൻ്റ് അല്ല പേഷ്യൻ്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് വിത്ത് എന്താണ് അവർ ഇൻസ്പിറേഷൻ, അങ്ങനൊരു ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട്? നമ്മുടെ എല്ലാവരുടെയും പ്രൊഫഷണൽ ലൈഫിൽ വി വിൽ ഹാവ് സംബഡി ഹൂ ഇൻഫ്ലുവൻസ് യു. ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ മെൻറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. പ്രത്യേകിച്ച് ഞങ്ങൾ ഡോക്ടർമാർ MBBS ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകിച്ചൊരു സ്പെഷ്യാലിറ്റി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയല്ല നമ്മൾ പോകുന്നത്. ഒരു MBBS അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് എ ബിഗ് ഫോർച്യൂൺ. സോ ബിക്കമിങ് എ ഡോക്ടർ, അത് കഴിഞ്ഞിട്ട് പിന്നെ പരീക്ഷകളൊക്കെ പാസ്സായിട്ട് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നൊരു കാലഘട്ടമുണ്ട്, ഒരു ഹൗസ് സർജൻസി. ആ കാലഘട്ടത്തിലാണ് നമ്മൾ കൂടുതൽ അധ്യാപകന്മാരുമായിട്ടും ക്ലിനിഷ്യൻസുമായിട്ടും കൂടുതൽ അടുക്കുന്നത്. അപ്പോൾ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാർഡിയോതൊറാസിക് സർജനായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഞാൻ MBBS പഠിക്കുന്നത്. അന്ന് ഞങ്ങളുടെ കാർഡിയോതൊറാസിക് സർജനായിരുന്നു ഒരു ഡോക്ടർ ചന്ദ്രമോഹൻ എന്ന് പറയുന്നൊരു സാറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്നിപ്പം ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ ഡീനായിട്ട് ട്രിവാൻഡ്രത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പ്രവർത്തിച്ചിരുന്ന സമയത്താണ് കൂടുതൽ ഈ കാർഡിയോളജി, കാർഡിയക് സർജറിയുമായിട്ട് കൂടുതൽ അടുപ്പം വരാനുണ്ടായൊരു സാഹചര്യം. അപ്പോൾ ആദ്യമായിട്ട് ഹൃദയം കാണുന്നതും ഹൃദയത്തിൽ തൊടുന്നതുമെല്ലാം ഈ ചന്ദ്രമോഹൻ സാറിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചുരുങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുള്ളൂ. 2 മാസം ഞങ്ങൾ റൊട്ടേഷനിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട്. ദാറ്റ് ഹാസ് റിയലി ഇൻഫ്ലുവൻസ്ഡ് മീ. ആക്ച്വലി എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന 2 സ്പെഷ്യാലിറ്റി, ഒന്നുകിൽ ന്യൂറോ സർജറി അല്ലെങ്കിൽ കാർഡിയോതൊറാസിക് സർജറി എന്നുള്ളതായിരുന്നു. ന്യൂറോ സർജറിയിലേക്ക് ഞാൻ പിന്നെ അധികം വരാതിരുന്നത് പലപ്പോഴും ന്യൂറോ സർജറിയുടെ റിസൾട്ട് ആഫ്റ്റർ ദ പ്രൊസീജിയർ ദ റിസൾട്ട്സ് ആർ നോട്ട് ആസ് ഗുഡ് ആസ് കാർഡിയക് സർജറി. കാർഡിയക് സർജറിയിൽ നമ്മൾ മിക്കവാറും 99 to 100% റിസൾട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇഫ് പേഷ്യൻസ് കംസ് ഓൺ ടൈം. ന്യൂറോ സർജറി പലപ്പോഴും ബ്രെയിൻ ട്യൂമർ അങ്ങനത്തെയുള്ള കോൾഡ് കേസ് സർജറി കഴിയുമ്പോഴും ദേ ആർ ലെഫ്റ്റ് വിത്ത് സം ഡെഫിസിറ്റ്സ് ഓർ സം ഓൺ ഗോയിങ് പ്രോബ്ലംസ്. സോ ഇറ്റ് ഈസ് മോർ സാറ്റിസ്ഫൈങ് ടു ബിക്കം എ കാർഡിയോതൊറാസിക് സർജൻ കമ്പയർഡ് ടു എ ന്യൂറോ സർജൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ചലഞ്ചിങ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എല്ലാം ഹാസ് അട്രാക്റ്റഡ് മീ എ ലോട്ട്. അതുകൊണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഒരു കാർഡിയക് സർജറിയിലേക്ക് വരാനായിട്ട് കൂടുതലൊരു ആഗ്രഹം ഉണ്ടായത്. സർ, ഇപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? കാരണം ഞാൻ സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ PG ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഓപ്റ്റ് ചെയ്യാത്തൊരു സബ്ജക്റ്റ് ഇപ്പോഴും ആവുന്നില്ല. കാരണം ഈ 24 hours ഓൺ കോൾ അതൊന്നും ആർക്കും ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ട് പ്രിഫറൻസിൽ? ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. കാരണം അന്ന് ആ കാലഘട്ടങ്ങളിലെ ഒരു മൈൻഡ് സെറ്റ് അല്ല ഇപ്പോഴത്തെ നമ്മളുടെ യങ് ജനറേഷനുള്ളത്. കാരണം ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളുടെ മെഡിസിനിൽ മാത്രമല്ല എല്ലാ പ്രൊഫഷനിലും അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വെരി ലോങ് അവേഴ്സ് ഓഫ് വർക്ക്, സ്ട്രെസ്ഫുൾ വർക്ക് എടുക്കാനായിട്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഈസ് നോട്ട് വെരി കീൻ. പക്ഷേ സ്റ്റിൽ ദർ ആർ പീപ്പിൾ കാർഡിയോതൊറാസിക്സ്. പിന്നെയുള്ളത് നമ്മൾ പണ്ട് കാർഡിയോതൊറാസിക് സർജൻസ് ചെയ്തിരുന്ന ഒത്തിരി പ്രൊസീജിയേഴ്സ് ഇപ്പോൾ കാർഡിയോളജിസ്റ്റാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാൻ UK ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഈ പേസ് മേക്കർ എന്നൊക്കെ പറയുന്നത് നമ്മളെ സർജൻസാണ് ഇംപ്ലാന്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ പേസ് മേക്കറും ഈവൻ വാൽവ് റീപ്ലേസ്മെൻറ്റ് സർജറി വരെ സർജറി ഇല്ലാതെ കാർഡിയോളജിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കാർഡിയക് സർജൻസിൻ്റെ റെലവൻസ് അല്പം കുറയുന്നുണ്ടോ എന്ന് പുതിയ ന്യൂ ജനറേഷൻ ഡോക്ടർമാർക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ലോങ് അവേഴ്സ് ഓഫ് വർക്ക്, വെരി സ്ട്രെസ്ഫുൾ. കാരണം എനി മിസ്റ്റേക്ക് ഇൻ യുവർ പ്രൊസീജിയർ കോസ്റ്റ് യുവർ ലൈഫ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഹൈലി
ഡെഡിക്കേറ്റഡ് ആൻഡ് ഡിമാൻഡിങ് സ്പെഷ്യാലിറ്റിയിലേക്ക് പോകാനായിട്ട് ഇന്നത്തെ തലമുറ താല്പര്യം കാണിക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഒന്ന്, നീഡ് ഫോർ ദ കാർഡിയോതൊറാസിക് സർജൻ. രണ്ട്, ഈ യങ് ജനറേഷൻ്റെ ഒരു അല്പം കൂടെയുള്ള വർക്ക് ലൈഫ് ബാലൻസിലേക്കുള്ള ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് കാർഡിയോതൊറാസിക് സർജറിയിലേക്ക് അധികം യങ്സ്റ്റേഴ്സിന് വരാൻ താല്പര്യമില്ല എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു പേടിയുണ്ടോ പബ്ലിക്കിനെ, ക്ലിനീഷ്യൻസിന്? തീർച്ചയായിട്ടും ഒരു പണ്ടത്തെ അത്ര ഒരു ട്രാൻസ്പെറൻ്റ് അല്ല പേഷ്യൻ്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒത്തിരി സംശയങ്ങളും എപ്പോഴും നമ്മളൊരു ഡോക്ടർമാർ, യങ് ഡോക്ടേഴ്സ് തന്നെ പലപ്പോഴും പേഷ്യൻസിനെ, ഫാമിലിയെ കാണുമ്പോഴത്തേക്കും ദേ ലുക്ക് അറ്റ് ദം വിത്ത് സസ്പീഷൻ വെദർ ദേ ആർ ഗോയിങ് ടു ബി. അപ്പോൾ ഞങ്ങളുടെ ഡിസ്കഷനിൽ തന്നെ ചിലപ്പോൾ വരാറുണ്ട്, ദാറ്റ് ഗൈ ഡസൻ ലുക്ക് ഗുഡ്, പ്രോബ്ലി ബി കെയർഫുൾ വിത്ത് ദാറ്റ്. അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സൊക്കെ വരും, സംസാരിച്ച് കഴിയുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ദേ മേ ഫീൽ ദാറ്റ് ദ ഡോക്ടേഴ്സ് മേ ഫീൽ ദാറ്റ് തിങ്സ് ആർ നോട്ട് കൈൻഡ് ഓഫ് സ്മെല്ലിങ് ഗുഡ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംശയദൃഷ്ടിയോടുകൂടി പരസ്പരം നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അതെല്ലാം നമുക്കൊരു കമ്മ്യൂണിക്കേഷനിലൂടെയൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ ഓഫ് ദ മേജർ ഇഷ്യൂസ്. ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് ആകെ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപവും കേൾക്കുന്നുണ്ട്, കോഴ്സുകളിൽ അതില്ല. തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും നമ്മളുടെ പേഴ്സണലായിട്ട് ഡോക്ടേഴ്സിൻ്റെ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ബിരുദദാനത്തിന് വേണ്ടിയൊക്കെ പോകുമ്പോഴത്തേക്കും ഡോക്ടർമാരോടൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ്റെ നീഡിനെ പറ്റി വളരെ സ്ട്രോങ് ആയിട്ട് പറയാറുണ്ട്. നമ്മൾക്കെല്ലാവരും ഡോക്ടേഴ്സ് ഓൾവേസ് കനോട്ട് ബി ലൈക്ക് ഗോഡ്. ദർ ക്യാൻ ബി പ്രോബ്ലംസ് ലൈക്ക് കോംപ്ലിക്കേഷൻസ് ആൻഡ് ലോസ് ഓഫ് ലൈഫ്. പക്ഷേ അത് നേരിട്ട് മുൻകൂട്ടി അറിയുകയും അതിൽ നമ്മൾ പേഴ്സണലായിട്ട് അറ്റൻഡ് ചെയ്യുകയും അത് ബുദ്ധിമുട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ഫാമിലിയോട് കൺവേഴ്സ് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സ്റ്റിൽ ദർ മേ ബി ഇഷ്യൂസ് ഇൻ സ്പൈറ്റ് ഓഫ് ദ ബെസ്റ്റ് ബീയിങ് ഡെലിവേർഡ്. സ്റ്റിൽ വി ക്യാൻ ലൂസ് പേഷ്യൻസ് ആൻഡ് ഓൾസോ വി ക്യാൻ റൺ ഇൻ ടു ട്രബിൾ ബൈ ദ ഫാമിലി ആൻഡ് ദ പേഷ്യൻസ്. ഉണ്ടാകാറുണ്ട്. ഡോക്ടർ, ഫസ്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന്റെ ഒന്ന് പറയാമോ? എങ്ങനെയായിരുന്നു അത്? How did you convince the patients? ഞാൻ ആക്ച്വലി എന്നോട് ചോദിച്ചിരുന്നു ഞാൻ ഈ എന്തുകൊണ്ട് കാർഡിയക് സർജറി ചൂസ് ചെയ്തു എന്ന്. അപ്പോൾ ഞാൻ ഈ ഡോക്ടർ ചന്ദ്രമോഹൻ സാറിനോട് ഞാൻ പറഞ്ഞു, ഐ വാണ്ട് ടു ഡു കാർഡിയോതൊറാസിക് സർജറി. അന്ന് ഇന്ത്യയിൽ ബൈപ്പാസ് സർജറിയുടെ ട്രെയിനിങ് ഇല്ല. ഡോക്ടേഴ്സ് യൂസ് ടു ഗോ എബ്രോഡ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ UK പോകാനുള്ളൊരു തീരുമാനം എടുക്കുന്നത്. ആക്ച്വലി ഐ വെൻറ്റ് ടു അയർലൻഡ് ടു ബിഗിൻ വിത്ത്, ടു ഡബ്ലിൻ. അപ്പോൾ അവിടെ പോയിരുന്ന അവിടെ പോയി അപ്പം ഡോക്ടർ ചന്ദ്രമോഹൻ എന്നോട് ചോദിച്ചു, ജോസഫ്, വെൻ യു ഗോ എബ്രോഡ് വാട്ട് ഈസ് യുവർ പ്ലാൻ, വിൽ യു കം ബാക്ക്? അപ്പോൾ സാറ് തന്നെ പറഞ്ഞു, ഇവിടുന്ന് പോകുന്നവരാരും തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന ഒരു കഥ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ തീർച്ചയായിട്ടും എനിക്ക് വരണം എന്നാണ് ആഗ്രഹം. മാത്രമല്ല വന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കുന്ന ഒരു സർജറി വിജയകരമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുന്നത്. ദിസ് ഐ എം ടോക്കിംഗ് അബൌട്ട് 1986. അന്ന് ഇന്ത്യയിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡ്രീമുമായിട്ടാണ് ഞാൻ പുറത്തേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ട്രെയിനിങ്ങിന് പോകുന്നത്. പക്ഷേ അതിനൊത്തിരി വർഷങ്ങളെടുത്തു. കാരണം ആദ്യമേ എനിക്ക് ജനറൽ സർജറിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഞാൻ MBBS കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. FRCs എടുക്കണം, അത് കഴിഞ്ഞിട്ട് കാർഡിയോതൊറാസിക് സർജറിയിൽ ജോലി വേണം, പിന്നെ ട്രെയിനിങ് കിട്ടണം, പിന്നെ അതിനകത്തുള്ള ഉപരി പഠന പരീക്ഷ പാസ്സാകണം. അങ്ങനെ ഒത്തിരി കടമ്പകൾ കടന്നിട്ടാണ് തിരികെ നാട്ടിലേക്ക് വരുന്നത്. അപ്പോഴെല്ലാം നമ്മളുടെ അന്ന് അപ്പം ഞാൻ തിരിച്ച് നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി ഇന്ത്യയിലെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നിരുന്നു. പിന്നെ എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് കേരളത്തിൽ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അവയവദാനം അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് എന്ന് പറയുന്ന ബില്ലുകളൊന്നും നിയമസഭകൾ പാസ്സാക്കിയിട്ടില്ല. അങ്ങനത്തെ ഒത്തിരി ഹീച്ചസ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എൻ്റെ മനസ്സിലെപ്പോഴും ആ ആഗ്രഹം നമ്മളുടെ സംസ്ഥാനത്തേക്ക് ഒരു മേജറായിട്ടുള്ളൊരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കാരണം കേരളം വളരെയധികം പുരോഗമിച്ചിരുന്ന ഹെൽത്ത് ഏരിയയിൽ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രസ് വാസ് ഇൻ ദ ബേസിക് ഹെൽത്ത് കെയർ, ലൈക്ക് പ്രിവെൻഷൻ, ഇമ്മ്യൂണൈസേഷൻ, ചൈൽഡ് കെയർ, മെറ്റേണൽ മോർട്ടാലിറ്റി, അതുപോലത്തുള്ള കാര്യങ്ങളായിരുന്നു. അത് കാരണം പല അന്യ സംസ്ഥാനങ്ങളിലേക്കായിരുന്നു നമ്മളന്ന് ബൈപ്പാസ് ചെയ്യാൻ ഹാർട്ട് സർജറിക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത് വെൻ ഐ കെയിം ബാക്ക്. അപ്പോൾ ആദ്യമേ ഐ ഹാഡ് ടു എസ്റ്റാബ്ലിഷ് ആസ് എ കാർഡിയോതൊറാസിക് സർജൻ ഡൂയിങ് ദ ബേസിക് വർക്ക്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോകുക എന്നുള്ളത്. അത് വളരെ ഒരു ശ്രമകരമായ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞാൻ മെഡിക്കൽ ട്രസ്റ്റിലാണ് ആദ്യം വന്ന് ജോയിൻ ചെയ്യുന്നത് 1995.
അന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അന്നത്തെ മെഡിക്കൽ ട്രസ്റ്റിലെ ഡയറക്ടറായിരുന്ന ഡോക്ടർ വർഗീസ് പുളിക്കനുമായിട്ടുള്ളൊരു സംസാരത്തിലാണ് ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരാഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം അന്നേരം തന്നെ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു, ഡോക്ടർ ഇഫ് യു ആർ വാണ്ടിങ് ടു ഡു ഇറ്റ് വി വിൽ ഡു ഇറ്റ് ഫ്രീ ഫോർ ദ പേഷ്യൻറ്റ്. ഫസ്റ്റ് പേഷ്യൻറ്റ് വിൽ ബി ടോട്ടലി ഫ്രീ ആൻഡ് ഐ വിൽ ബി വിത്ത് യു. അപ്പോൾ ആ കറേജ് വിച്ച് ഹി ഹാസ് ഗിവൺ മീ ഫ്രം ദ അഡ്മിനിസ്ട്രേഷൻ സൈഡ്, അതാണ് ശരിക്കും എൻ്റെ ഒരു ഫർദർ മോട്ടിവേഷനായിട്ട് ഭാവിക്കുന്നത്. പിന്നെ നമ്മൾ അവയവം ദാനം ചെയ്യാനായിട്ട് നമ്മൾ ആ സമയത്തെല്ലാം വൃക്കദാനങ്ങളുണ്ടായിരുന്നു, പിന്നെ ഐ ഡൊണേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഹാർട്ട് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒത്തിരി കടമ്പകൾ കടന്നിട്ടാണ് അങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാമിലേക്ക് 2003 വരുന്നത്. എന്നിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ആ പേഷ്യൻ്റ് എങ്ങനെയായിരുന്നു അത് കൊണ്ടുവരുന്ന ആ ഒരു സംഭവം? 2003 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് 2002 ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്റർ ഫോർ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ ഞങ്ങൾ അവിടെ അങ്ങോട്ട് ഇനോഗ്രേറ്റ് ചെയ്തു. അന്ന് ISRO ചെയർമാനായിരുന്ന കസ്തൂരി രംഗനായിരുന്നു അന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇനോഗ്രേറ്റ് ചെയ്തത്. ആ സമയത്ത് എൻ്റെ കളീഗ്സ് എല്ലാം പറഞ്ഞു, ഡോക്ടർ ജോസ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഡു ഇറ്റ് ഹിയർ, യു ആർ ജസ്റ്റ് കൈൻഡ് ഓഫ് ട്രൈങ് ടു publicize yourself by saying that you are going to do heart transplant എന്നുള്ളൊരു ചലഞ്ചും ഈവൻ കളീഗ്സ് themselves really were not very not believing that we'll be able to do heart transplantation. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഇടയ്ക്ക് ഞാനും എൻ്റെ കാർഡിയോളജിസ്റ്റും അനസ്തെറ്റിസ്റ്റും ഞങ്ങൾ 2 പ്രാവശ്യം UK ട്രെയിനിങ്ങിന് പോയി. കാരണം നമുക്ക് ടീമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിങ്. കാർഡിയക് അല്ലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലെ ഏറ്റവും എളുപ്പമുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ഇറ്റ്സെൽഫാണ്. പുട്ടിങ് എ ഹാർട്ട് ഇൻ ടു ദ പ്ലേസ് ഓർ ടേക്കിംഗ് ദ ഹാർട്ട് ഔട്ട് ഈസ് പ്രോബ്ലി ദ ഈസിയസ്റ്റ് ഓഫ് ദ എൻറ്റയർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം. ആ പേഷ്യൻ്റെ പ്രിപ്പറേഷൻ, ഓർഗൻ ഒപ്റ്റിമൈസേഷൻ, പോസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ, ആൻറ്റി റിജക്ഷൻ മാനേജ്മെൻറ്റ്, പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ, സസ്റ്റൈനിങ് ദ പേഷ്യൻ്റ്, അങ്ങനത്തെ ഒരു ഹ്യൂജ് ഒരു പ്രോഗ്രാമാണിത്. അതുകൊണ്ട് ഐ ഹാഡ് ടു ഗെറ്റ് മൈ കാർഡിയോളജിസ്റ്റ് ആസ് വെൽ ആസ് മൈ അനസ്തെറ്റിസ്റ്റ് ടുഗദർ വിത്ത് മീ. സോ പാപ്വർത്ത് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് UK, കേംബ്രിഡ്ജ് ഷയറിൽ, വേർ ഐ വാസ് ഓൾസോ വർക്കിംഗ് ഫോർ സം ടൈം. അപ്പോൾ ഹോൾ ടീം വെൻ ദർ ട്വൈസ്, സ്പെൻഡ് ടൈം വിത്ത് ദ സർജൻസ്, വെൻ ഫോർ ദ ഡോണർ റൺ, സ്ക്രബ്ഡ് ആൻഡ് അസിസ്റ്റഡ് ഫോർ ദ ട്രാൻസ്പ്ലാന്റേഷൻ. അങ്ങനെ പല പ്രാവശ്യം പോയി ഞങ്ങൾ തന്നെ മോട്ടിവേറ്റഡ് ആയി. ചാർജിങ് എന്ന് പറയില്ല, യു ആർ ചാർജ് ടു ഡു ദ ട്രാൻസ്പ്ലാന്റേഷൻ. ആ സമയത്താണ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, ഒരു കാർഡിയോളജിസ്റ്റ്, ഹരിപ്പാട് എന്ന് പറഞ്ഞൊരു ഹുദ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. പുള്ളി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ജോസെ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഹാർട്ട് ഫെയിലിയറായി 10th stage ആയിട്ട് വരുന്നിട്ടുണ്ട്, വിൽ യു ബി ഇൻട്രസ്റ്റഡ് ഇൻ സീയിങ് ഹിം? അങ്ങനെയാണ് എബ്രഹത്തിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഹുദ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു മെഡിക്കൽ ക്യാമ്പിൽ വെച്ചിട്ട് എബ്രഹത്തിനെ കാണുന്നു. അപ്പോൾ എബ്രഹാം ഗൾഫിൽ, മിഡിൽ ഈസ്റ്റിൽ ജോലി നഷ്ടപ്പെട്ട് പുള്ളി തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. അൺമാരീഡ് ആയിരുന്നു ബിക്കോസ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ്. പേരൻസ് മരിച്ചുപോയി, ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം ഓരോരോ ലെവലിലേക്ക് പോയി. എബ്രഹാം വാസ് ലിവിങ് അലോൺ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് നോക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രതീക്ഷകളൊക്കെ അറ്റ ഒരു സമയമാണ്. അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ഹീ ടുക്ക് ഇറ്റ് അപ്പ്. അപ്പോൾ ഞാൻ എബ്രഹത്തിനോട് പറഞ്ഞ് ആദ്യം കണ്ടപ്പോൾ തന്നെ ഡോക്ടറെ എനിക്കറിയാം, ഐ നോ എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹൃദയം മാറ്റിവെക്കലേ നടക്കത്തുള്ളൂ. അത് നടക്കത്തില്ലല്ലോ. ഞാൻ പറയും നടക്കും, പക്ഷേ ഞങ്ങൾക്കൊരു ടീമുണ്ട്, ഞങ്ങളിതുവരെ ചെയ്തിട്ടില്ല. എനിവേ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു കം ആൻഡ് വി വിൽ പ്രിപ്പയർ യു ഫോർ ദ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. അങ്ങനെ പുള്ളി ആ സമയത്ത് തന്നെ പറഞ്ഞ് ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് എനിക്ക് ആത്മവിശ്വാസം തരായിരുന്നു എബ്രഹാം. അങ്ങനെയാണ് എബ്രഹത്തിനെ നമ്മൾ പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡോണറെ കിട്ടുന്നത്. സുകുമാരൻ എന്ന് പറയുന്ന ഒരു വടക്കൻ പറവൂർക്കാരനൊരു ഒരു തെങ്ങ് കയറ്റക്കാരനായിരുന്നു. പുള്ളി റോഡ് സൈഡിൽ കരിക്ക് വിറ്റുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ബൈക്ക് വന്നിടിച്ച് പുള്ളി ബ്രെയിൻ ഡെഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അവയവം ദാനം ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എബ്രഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്. And that went off like ദ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ഇതിനകത്ത് പല കടമ്പകളും ഉണ്ടായിരുന്നു. എബ്രഹത്തിൻ്റെ ഈ ഹാർട്ട് എന്ന സുകുമാരൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സുകുമാരൻ്റെ ഭാര്യ പത്മിനിയും ഇവർ രണ്ടുപേരും ലവ് മാരേജ് ആയിരുന്നു, എഗൻസ്റ്റ് ദ വിഷസ് ഓഫ് ദ ഫാമിലി. അപ്പോൾ അവർ അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുന്ന സമയത്ത് അവരൊരു പ്രതിജ്ഞ എടുത്തു, കണ്ണും
വൃക്കകളും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ദാനം ചെയ്യാം. അന്നൊക്കെ അതൊരു ഹീറോയിസമായിട്ടാണല്ലോ വെച്ചിരുന്നത്. അപ്പം ഒരു ലവ് മാരേജിനിടയ്ക്ക് അവർ ഇമോഷണൽ ഇതിൻ്റെ പേരിൽ അവരതങ്ങോട്ട് ഒരു തീരുമാനം എടുത്തു. അപ്പം പത്മിനിക്ക് അറിയാമായിരുന്നു അവയവദാനത്തെ പറ്റിയും എല്ലാം. പക്ഷേ ഒരു ഹൃദയം ദാനം ചെയ്യുന്ന ഒരു ആവശ്യത്തെപ്പറ്റി പുള്ളിക്കാരത്തേക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിവേ അങ്ങനെ ഓർഗൻ ഡൊണേഷൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു ഫാമിലിയിലെ ഒരു വ്യക്തി മസ്തിഷ്ക മരണം സംഭവിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെല്ലാം ചെറിയ പിള്ളേരായിരുന്നു. 2 ആൺപിള്ളേരും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർക്കതിനെപ്പറ്റി അറിവില്ലായിരുന്നു. അപ്പോൾ അവരുടെ ഭാര്യയുടെ ഒരു ഇനിഷ്യേറ്റീവാണ് അവയവം ദാനം ചെയ്യാനായിട്ടുള്ളൊരു. ഇപ്പോൾ ഹൃദയത്തിന് എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ അവയവങ്ങൾക്കും പ്രത്യേകതയുണ്ട്. നമ്മുടെ സെയിം ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു വ്യക്തിയായിരിക്കണം ഡോണറായിരിക്കേണ്ടത്. ഒന്നത്. 2, ഏകദേശം ഏജും ബോഡി വെയ്റ്റും മാച്ച് ചെയ്യണം. അത് മറ്റവയവങ്ങൾക്ക് ആ പ്രശ്നമില്ല. കിഡ്നി ചെറിയൊരാൾക്ക് വലിയൊരു വ്യക്തിക്കും വലിയൊരാൾക്ക് ചെറിയൊരു വ്യക്തിക്കും കൊടുക്കാം. പക്ഷേ ഹൃദയത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നത്. കാരണം നമുക്ക് ഹൃദയം ദാനം ചെയ്യുന്ന വ്യക്തിക്ക് റെസിപ്പിയൻറ്റിൻ്റെ ബോഡി വെയ്റ്റ് തന്നെയായിരിക്കണം. ഏകദേശം ഒരു 5 to 10% ഡിഫറൻസിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല മറ്റവയവങ്ങളെക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ പ്രോബ്ലം 4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഹാർട്ട് വിതിൻ 4 hours ഇറ്റ് ഷുഡ് ബീറ്റ് ഓൺ ദ റെസിപ്പിയൻസ് ബോഡി. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഹെലികോപ്റ്ററിൽ ഹൃദയം കൊണ്ടുവരുന്നതും റോഡ് ആംബുലൻസിൽ കൊണ്ടുവരുന്നതും മറ്റ് ലിവറും കിഡ്നിയൊക്കെ 12 hours 10 hours ഒക്കെ ഈസി ആയിട്ട് നമുക്ക് പ്രിസർവ് ചെയ്യാം ഐസിൽ. ഇത് നമ്മൾ 4 hours കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോങ് ടേം റിസൾട്ട് വിൽ ബി പുവർ. അങ്ങനെ പല കാര്യങ്ങൾ കോയിൻസൈഡ് ചെയ്ത് വരിക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ്റെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഡോണറും റെസിപ്പിയൻറ്റും ഒരു ഹോസ്പിറ്റലായിരുന്നു. അത് ഒരേ സർജൻ തന്നെയായിരുന്നു. അപ്പം നമ്മൾ ആദ്യമേ സുകുമാരൻ്റെ സർജറി തുടങ്ങി ഒരു പകുതി വഴി ആയപ്പോഴത്തേക്കും തിരിച്ച് എബ്രഹാത്തിൻ്റെ സർജറി തുടങ്ങി പകുതി വഴി ആകുമ്പോഴത്തേക്കും സുകുമാരൻ്റെ സർജറി തുടങ്ങുന്നു. അവിടുന്ന് ഹൃദയം എടുക്കുന്നു, നമ്മൾ പുറകെ കൊണ്ട് വയ്ക്കുന്നു. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ മാത്രമേ നമുക്ക് ഈ 4 മണിക്കൂർ എന്നുള്ളത് 1.5 മണിക്കൂറായിട്ട് നമുക്ക് ഇസ്കീമിക് ടൈം എന്നാണ് പറയുന്നത്, രക്തപ്രവാഹമില്ലാത്തൊരു സമയം. അപ്പോൾ അതുകൊണ്ട് വളരെ അൺഇവൻഫുള്ളായിട്ടാണ് സർജറി പോയത്. ഒത്തിരി പേരുടെ പ്രാർത്ഥനകളും ആശംസകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാലും വലിയൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു പീരിയഡിലൂടെയാണ് പോയത്. പക്ഷേ സംഭവം റദർ വി കുഡ് ഡു ഇറ്റ് ക്വൈറ്റ് വെൽ. ഞാനതിനകത്ത് ഒത്തിരി ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉള്ളതായിട്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനകളും അച്ഛൻ്റെ പ്രാർത്ഥനകളും ഒത്തിരി റീഅഷ്വറൻസും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ എബ്രഹാത്തിൻ്റെ ട്രാൻസ്പ്ലാന്റേഷന് യാതൊരു പ്രോബ്ലം ഇല്ലാതെ ഇറ്റ് ബിക്കെയിം സക്സസ്ഫുൾ. അൺഫോർച്ചുനേറ്റ്ലി വി ലോസ്റ്റ് എബ്രഹാം ആഫ്റ്റർ 2 years ഓഫ് ട്രാൻസ്പ്ലാന്റേഷൻ. ബട്ട് അഗൈൻ 2 വർഷം ഇറ്റ് സെൽഫ് ഹാസ് ബീൻ എ ഗുഡ് ടൈം ഫോർ ഹിം. നമ്മളിപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം മാത്രം ജീവിക്കും എന്നുള്ളൊരു വ്യക്തിയുടെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് ഓൺലി എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ്. വി കാൺട്ട് ഗീവ് ഫുൾ ലൈഫ് സ്പാൻ ടു എൻ ഇൻഡിവിജ്വൽ ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ ചില ആൾക്കാർ പറയും, ഡോക്ടറെ എനിക്ക് എൻ്റെ മകളുടെ കല്യാണം അതിനൊന്ന് അറ്റൻഡ് ചെയ്താൽ മതി, എനിക്കൊരു വർഷം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ 2 വർഷം കിട്ടിയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. അത് 2 വർഷം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും മകളുടെ കൊച്ചിനെ കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ മനുഷ്യരുടെ ജീവിതത്തിന് എത്ര നാൾ ജീവിക്കണം എന്നുള്ളതിന് നമുക്കൊരു കടിഞ്ഞാനിടാനാവില്ല. എന്നിരുന്നാലും ഇങ്ങനത്തെയുള്ള ഫേസിങ് ഡെത്ത് സിറ്റുവേഷൻ വരുമ്പോഴേ ഉള്ളൂ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഐ വാണ്ട് 6 more months ഓഫ് ലൈഫ് എന്ന പേഷ്യൻസ് നമ്മുടെ മുഖത്ത് നോക്കി ആ ആഗ്രഹം, ആ പ്രത്യാശയുമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് ശരിക്കും നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹം അവർക്ക് വേണ്ടി വരുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞില്ലേ, അന്നൊക്കെ ഈ പറയുന്ന ഓർഗൻ ഡൊണേഷൻ ഒരു ഹീറോയിസം ആയിട്ടായിരുന്നു കണ്ടിരുന്നതെന്ന്. ഇപ്പോഴും കേരളത്തിൽ ഏറെക്കുറെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നില്ലേ? കേരളത്തിലുള്ളവർ ഇനി ആ ഒരു കൾച്ചർ ഇൻകൾക്കേറ്റ് ചെയ്യാനില്ലേ ഈ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത്? ഇപ്പം ആക്ച്വലി ഇപ്പോഴും ഹീറോയിസം ആണ്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട് ഇറ്റ് ഇസ് ഹാപ്പനിങ് ക്വൈറ്റ് ഓഫൺ. നമ്മൾ വല്ലപ്പോഴും സംഭവിക്കുമ്പോഴാണല്ലോ അതിന് ശരിക്കും ഒരു ഹീറോ പരിവേഷം വരുന്നത്. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പം ഓർഗൻ ഡൊണേഷൻ നടക്കുന്നുണ്ട്, എക്സെപ്റ്റ് ദ ബ്രെയിൻ സ്റ്റെം ഡെത്ത്. അത് വേറൊരു ടോപ്പിക്കാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പം ഓർഗൻ ഡൊണേഷൻ, കഡാവറിക് ഓർഗൻ ഡൊണേഷൻ കേരളത്തിൽ ഇല്ലാത്തതെന്നുള്ള വേറൊരു ടോപ്പിക്കാണ്. പക്ഷേ ഇപ്പോൾ വൃക്കദാനം, കണ്ണുദാനം അതെല്ലാം വളരെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. അതിപ്പം കിഡ്നി ഫെഡറേഷൻ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റീവ്സ് തമ്മിൽ കൊടുക്കുന്നു. കിഡ്നി ചെയിൻ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ റിലേറ്റീവ്സ് മാച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള ഒരാൾ ഹു വാണ്ട്സ് എ കിഡ്നി അവരുടെ ഫാമിലി ഇവർക്ക് കൊടുക്കുന്നു, ഇവരുടെ ഫാമിലി അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒത്തിരി എക്സ്ചേഞ്ച് പ്രോഗ്രാം വിതൗട്ട് എനി ഓർഗൻ ട്രേഡ് ബീങ് ഇൻവോൾവ് ഈസ് ഹാപ്പനിങ് നൗ. അതിനെ നമ്മൾ ഹീറോയിസ് എന്ന് പറയാറില്ല. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് നീഡ്.
ഹീറോയിസം എന്ന് പറയുന്നത് പലപ്പോഴും ഈ കാണിക്കുന്നത് ബ്രെയിൻ സ്റ്റം ഡെത്ത് വന്നേക്കുന്ന ഒരു വ്യക്തിക്ക് ഹീറോ ആകാൻ പറ്റത്തില്ലോ, ഹീസ് ഡെഡ്. പിന്നെ നമ്മൾ ആ ഓർഗൻ ഡൊണേഷൻ ചെയ്യുന്ന ആളുടെ ഭാര്യയോ ഭർത്താവോ അമ്മയോ അച്ഛനോ ഒക്കെയാണ് ഹീറോസ് എന്ന് പറയുന്നത്. ദേ ആർ ദ പീപ്പിൾ ഹു ആർ, അതായത് നമ്മളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് പലപ്പോഴും നമ്മൾ ഈ മസ്തിഷ്ക മരണം കഴിഞ്ഞ് ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ യങ് ആയിരിക്കും. ബൈക്ക് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, അത് കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്കാണല്ലോ അങ്ങനത്തെ ഒരു ആക്സിഡൻ്റൽ ഏരിയയിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് അവരെ അത്രയും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവരുടെ അവയവം എടുത്ത് കൊടുക്കാനായിട്ട് സമ്മതിക്കുന്ന അവരുടെ ബന്ധുക്കളാണ് ശരിക്കും ഹീറോസ് എന്ന് നമ്മൾ അവരെ ഹീറോസ് എന്ന് വിളിക്കേണ്ടത്. അത് വളരെ നന്നായിട്ട് പോയിരുന്നതാണ് 2010, 2016 കാലഘട്ടങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ഒത്തിരി വാർത്തകളുമെല്ലാം ഇപ്പം കേരളത്തിലെ അവയവദാനം ഓൾമോസ്റ്റ് സ്റ്റാൻഡ് സ്റ്റില്ലാക്കിയിട്ടുണ്ട്. എന്നാലും ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അന്ന് 2003 ചെയ്ത അതേ പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പലപ്പോഴും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വളരെ റയറായിട്ട് നടക്കുന്നില്ല. പലപ്പോഴും ഹാർട്ട് തമിഴ്നാട്ടിലോട്ടൊക്കെയാണ് പോകുന്നത്. അതെന്താണ് ഇവിടെ കൂടുതൽ സെന്റേഴ്സ് ഒന്നും ആ രീതിയിൽ വന്നിട്ടില്ല. പലയിടത്തും ഡോക്ടേഴ്സൊക്കെ പേരുകേട്ട ഡോക്ടേഴ്സൊക്കെ ആയിരിക്കാം, പക്ഷേ ഈ പറഞ്ഞ ടീം വരാത്താണ് എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? ടീം എല്ലാ ഹോസ്പിറ്റലും ഇപ്പം ഞങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ എൻ്റെ ടീം ഈസ് ഓൾവേസ് റെഡി ടു ആക്സെപ്റ്റ് എ ഹാർട്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് നമ്മളുടെ സൊസൈറ്റിയിലേക്ക് ഒരു റോങ് മെസ്സേജ് പോയിട്ടുണ്ട്. അതായത് ഈ ബ്രെയിൻ ഡെത്തിനെ പറ്റിയുള്ള ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് ആരാണ് മസ്തിഷ്ക മരണത്തിന് വിധേയരാകുന്നവർ, ഈ മസ്തിഷ്ക മരണം എങ്ങനെ സ്ഥിരീകരിക്കും, എങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ചില വ്യക്തികൾ സമൂഹത്തിലേക്ക് അനാവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളുടെ ബ്രെയിൻ ഡെത്ത് ആകുന്ന യുവാക്കളാണ്. അവർ ബ്രെയിൻ ഡെത്ത് അല്ലാതെ തന്നെ ഡോക്ടർമാർ ബ്രെയിൻ ഡെത്തായിട്ട് സർട്ടിഫൈ ചെയ്ത് അവയവം എടുക്കുന്നു ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസസ് ഓർ ഫോർ മണി മേക്കിംഗ് എന്നുള്ളൊരു മെസ്സേജ് സൊസൈറ്റിയിലേക്ക് സ്ട്രോങ് ആയിട്ട് കൊടുത്ത കുറേ സംഭവങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ സിനിമാ മാധ്യമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളുടെ ഓർഗൻ ഡൊണേഷനെ വളരെയധികം ഡാമേജ് ചെയ്തിട്ടുണ്ട്. ആശുപത്രിക്കാർ ആർട്ടിഫിഷ്യലായിട്ട് ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഓർഗൻ മോഷ്ടിക്കുന്നതായിട്ടുള്ള കഥകൾ. പിന്നെ ചില ഫിലിം സെലിബ്രിറ്റീസ് അവയവദാനം ഒരു കളിപ്പീരാണെന്നുള്ള മട്ടിലുള്ള മെസ്സേജസ്. പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമുണ്ടായത് ഞങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 1-2 ഡോക്ടർമാർ അവയവദാനത്തിനെതിരായിട്ട് കോടതിയിൽ കേസ് കൊടുക്കുകയും അങ്ങനത്തെ ഉള്ള ഒത്തിരി തെറ്റിദ്ധാരണജനകമായിട്ടുള്ള മാധ്യമങ്ങളോടെ വന്നതുകൊണ്ട് നമ്മളുടെ നാട്ടിലെ അവയവദാനം ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾക്ക് ഈ പ്രോഗ്രാം ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് പോകാതിരുന്നത്. 2016 ഞാൻ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഏകദേശം 20ഓളം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി സ്പീക്കിംഗ് കേരളത്തിലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് റിസൾട്ട് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി ഓൾസോ. വളരെ മെറ്റിക്കുലസ് ആയിട്ട് നടന്നു. ഇപ്പം എറണാകുളത്തുണ്ട് 2, പാമ്പ്രദായിലുണ്ട്, ഇവിടെയുണ്ട്, കാലിക്കറ്റിൽ 2 ഹോസ്പിറ്റൽസ് നടക്കുന്നുണ്ട്. ഡോക്ടർമാരുണ്ട്, ഇപ്പോഴുണ്ട്. ഹാർട്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള രോഗികളുണ്ട്. ഈ കഴിഞ്ഞ മാസം ഞാൻ 4 പേഷ്യൻസിനെയാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടത്. ഡൊണേഴ്സിനെ അല്ല, റെസിപ്പിയൻസിനെ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ കേരളത്തിൽ ഡൊണേഷൻ ഈസ് നോട്ട് ഹാപ്പനിങ്. ഒരിടയ്ക്ക് നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഡൊണേഷൻസ് സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടാത്തൊരു ഗ്രൂപ്പ് ഉള്ള ഒരു ഡോണർ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബീങ് ഷെയർഡ് വിത്ത് അതർ സ്റ്റേറ്റ്സ്. ഇപ്പോൾ നമ്മൾക്ക് ഈ ഓർഗൻ ഡൊണേഷനിൽ നമുക്ക് ഒരു നോട്ടോ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട്, നാഷണൽ ആയിട്ടുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു പ്രോഗ്രാം. പിന്നെ ഉള്ളത് റോട്ടോയാണ്, റീജിയൻസ് 3 റീജിയൻസ് ഇന്ത്യയിലുണ്ട്. പിന്നെ ഉള്ളത് സോട്ടോയാണ്, ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റിലും ഡോണേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ റെസിപ്പിയൻസിന് മാത്രമേ അത് ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഇവിടെ റെസിപ്പിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ റീജിയനിലുള്ള മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൊടുക്കാം. ആ റീജിയനിലെ റെസിപ്പിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നാഷണൽ ലെവലിലേക്ക് നമുക്ക് അവർക്ക് എടുക്കാം. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രശ്നം ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ ഡോക്ടർമാരും ആശുപത്രികളും ഇല്ലാത്തതല്ല. ഇപ്പോഴത്തെ പ്രശ്നം ഹാർട്ട് റിസീവ് ചെയ്യാനായിട്ട് റെസിപ്പിയൻസ് ഇല്ലാത്തതല്ല. ഇപ്പോഴത്തെ പ്രശ്നം ഡൊണേഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഡോക്ടർ, ഈ ബ്രെയിൻ ഡെഡ് ആണെന്ന് നമുക്ക് ഒരു ഫാമിലിക്ക് ഇത് കൺവിൻസ്ഡ് ആവണമെങ്കിൽ അവർക്കും അവരുടേതായ കൺസേൺസ് ഉണ്ടാവുമല്ലോ. അത് ഭയങ്കര മാനുഷികമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പം അത്തരത്തിലുള്ളൊരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് കൊണ്ടും ആയിരിക്കാമല്ലോ പക്ഷെ നമുക്ക് ഓർഗൻ ഡൊണേഷൻ്റെ നമ്പർ കുറയുന്നത്. ആക്ച്വലി ബ്രെയിൻ സ്റ്റം ഡെത്ത് എന്ന് പറയുന്നതിന് വളരെ
സ്ട്രിക്റ്റ് ആയിട്ടുള്ളതും വളരെ ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി നോംസ് ഉണ്ട്. ഹൂ ഈസ് ബ്രെയിൻ ഡെത്ത്? ബ്രെയിൻ സ്റ്റെം ഡെത്ത് സ്ഥിരീകരിക്കാനുള്ള 4-5 ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്ത് അത് കൺഫേം ചെയ്ത്, അത് ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം ടെസ്റ്റുകൾ ചെയ്ത് കൺഫേം ചെയ്ത് മൾട്ടിപ്പിൾ പാനൽ ഓഫ് ഡോക്ടേഴ്സ്, not from the same hospital. The state government has got a panel of doctors from outside. അപ്പോൾ ലിസി ഹോസ്പിറ്റൽ ഒരു ബ്രെയിൻ സ്റ്റെം ഡെത്ത് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരല്ല അവിടുത്തെ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ടു ബി സർട്ടിഫൈഡ് ബൈ അതർ ന്യൂറോളജിസ്റ്റ്, ന്യൂറോസർജൻസ്, ഫിസിഷ്യൻസ് ഫ്രം ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഓർ അതർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഹു ആർ എംപാനൽഡ് ടു ഡു ദാറ്റ്. അവർ വന്ന് ഈ ടെസ്റ്റുകൾ ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത്. അതിനകത്തുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു റെസിപ്പിയൻ്റ്, ഇപ്പം ഞാൻ ഐ എം എ കാർഡിയക് ട്രാൻസ്പ്ലാന്റ് സർജൻ, ഐ ക്യാൻ നോ വേ ഗെറ്റ് ഇൻവോൾവ് വിത്ത് ബ്രെയിൻ സ്റ്റെം സർട്ടിഫിക്കേഷൻ. ഐ എം എ പാർട്ടി ടു ദ ട്രാൻസ്പ്ലാന്റ്. ഐ എം എ പാർട്ടി ടു വൺ ഓഫ് ദ ഓർഗൻസ് ബീങ് ടു ബി ഹാർവെസ്റ്റഡ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ എല്ലാം എക്സ്ക്ലൂഡ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പാനലാണ് ഇത് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത്. പക്ഷേ ഇതിനുള്ള മെയിൻ പ്രോബ്ലം, ആസ് യു റൈറ്റ്ലി സെഡ്, communicating with the family is lacking many times, and that is not the job of the hospital. That is the job of the transplant program of the state. കാരണം സ്റ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ഫാമിലിയിലേക്ക് വന്നെങ്കിലേ ഉള്ളൂ ഇതിന് സുതാര്യത കിട്ടത്തുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പ്രോഗ്രാം അല്ല ഇത്. അതാണ് നമുക്ക് മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് കേരളത്തിൽ, KNOS, കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിങ്. അതിനൊരു പ്രസിഡൻറ്റ്, സെക്രട്ടറി ഉണ്ട്, അതിന് ചെയർമാനുണ്ട്, ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പക്ഷേ അവർക്ക് they don't have enough staff to communicate with the donor family, to organize, coordinate all these things. So lot of times the doctors in the same hospital end up in doing their job, which will make it less transparent. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ഡോണറിൻ്റെ മദറിനോടോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ they will always think that ഈ ഡോക്ടർ ജോസിനത് because he got a patient needing a heart, so he may be trying to get a heart out of my son or husband എന്ന് ചിന്തിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതെ നമുക്കൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഓർഗനൈസേഷൻസും സ്റ്റാഫും അവരുമായിട്ട് സംസാരിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനൊരു സുതാര്യത വരത്തുള്ളൂ. then only there will be no criticism. നേരത്തെ ഈ ക്രിറ്റിസിസം വന്ന പലതും ഹോസ്പിറ്റൽസിനെതിരായിട്ടായിരുന്നു, നോട്ട് അഗൻസ്റ്റ് ദ ഗവൺമെൻറ്. ഈ പ്രോബ്ലം വന്നപ്പോൾ തന്നെ ഞാൻ ദാറ്റ് വാസ് ഇൻ 2017 ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഐ വെൻ്റ് ആൻഡ് മെറ്റ് ദ ചീഫ് മിനിസ്റ്റർ, ഐ വെൻ്റ് ആൻഡ് മെറ്റ് ദ ഹെൽത്ത് മിനിസ്റ്റർ ആൻഡ് സെഡ് ദാറ്റ് ദ ഗവൺമെൻറ് ഹാസ് ടു ബി proactive. ദാറ്റ് വാസ് എ ഫസ്റ്റ് ശൈലജ ടീച്ചർ വാസ് എ ചീഫ് ഹെൽത്ത് മിനിസ്റ്റർ അറ്റ് ദാറ്റ് ടൈം. അപ്പോഴെല്ലാം അവർ പറഞ്ഞിരുന്ന ഡോക്ടറെ, സൊസൈറ്റിക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്, ആ സംശയങ്ങൾ നിവാരണം ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. Then only we can focus on organ donation. That time itself I told both Chief Minister and Health Minister, അന്ന് ഞാൻ പറഞ്ഞ വാക്കിയതാണ്, സൂര്യ കൊണ്ട് എടുക്കേണ്ടത് മാഡം നമ്മൾ തൂമ്പ കൊണ്ട് എടുക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വരും. എക്സാക്ട്ലി ദാറ്റ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. അന്ന് നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് വന്ന് ഇവിടെ നടക്കുന്ന എല്ലാ അവയവദാനവും ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫിക്കേഷൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നടക്കുന്നതെന്നും ഒരു ഗവൺമെൻറ് എംപാനൽ ചെയ്തേക്കുന്ന ഡോക്ടർമാരാണ് ഈ പരിശോധനകൾ നടത്തുന്നതെന്നും അതിനകത്ത് ഒരു രീതിയിലും ക്രിറ്റിസിസത്തിന് ഒരു ലൂപ്പ് ഹോൾ ഇല്ല എന്നും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും അന്ന് ഹെൽത്ത് ഗവൺമെൻറ്റോ ഹെൽത്ത് സെക്രട്ടറിയോ ചീഫ് മിനിസ്റ്ററോ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളുടെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും. അവരത് സപ്പോർട്ട് ചെയ്തില്ല. സോ passively they were kind of accepting the fact that there is something happening. അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വന്നത് ഓർഗൻ ട്രേഡാണ്. ഇപ്പോൾ കിഡ്നീസ്, ഈവൻ നൗ കിഡ്നീസ് ആർ ബീയിങ് ബോട്ട് ആൻഡ് സോൾഡ് ഫോർ lakhs of rupees, and that is being confused with brain stem death donation. Brain stem death donation, there is not even a single pie being transacted. ഇപ്പോൾ കോഴിക്കോട്ടൊരു ഡോണർ ഉണ്ടായെന്നുണ്ടെങ്കിൽ അത് ലിസി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഡോക്ടർ ജോസ് ചാക്കോയുടെ ഒരു പേഷ്യൻ്റ് കിട്ടുമോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇറ്റ് ഈസ് ബീങ് അലോക്കേറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ ഡോണർക്ക് റെസിപ്പിയൻ്റ് ആരാണെന്ന് അറിഞ്ഞുകൂടാ. അത്രമാത്രം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് അവിടെ. ദർ ഈസ് നോ ചാൻസ് ഫോർ എനി മണി മാനിപ്പുലേഷൻസ്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആൾക്കാരുടെ വിചാരം കിഡ്നി വിൽക്കുന്നത് പോലെയാണ് ഇപ്പോഴും ഈ ബ്രെയിൻ സ്റ്റെം ഡെത്ത് നടക്കുന്ന ഓർഗൻസ് വിൽക്കപ്പെടുന്നുണ്ട്, കോടിക്കണക്കിന് രൂപ അതിനകത്ത് മറിയുന്നുണ്ടെന്നുള്ളൊരു സംശയം പൊതുവെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ദാറ്റ് ഹാസ് ടു ബി ക്ലാരിഫൈഡ് ബൈ ദ ഗവൺമെൻറ് ഓൺലി. ഐ കാൺ ഡു എനിത്തിങ്. എല്ലാവരും പറയും ഡോക്ടേഴ്സ് യു ഷുഡ് കം ഫോർവേഡ് ടു ക്ലാരിഫൈ ദ ഡൗട്ട്സ് ഓഫ് ദ പീപ്പിൾ ബിക്കോസ് വി ആർ എ പാർട്ടി ടു ദ ട്രാൻസ്പ്ലാന്റേഷൻ. നോബഡി വിൽ ട്രസ്റ്റ്, നോബഡി വിൽ ബിലീവ് വാട്ട് വി സേ. It has to be done by the state government, and that is what happened in Tamil Nadu also. The government is proactive. Karnataka also it is. Maharashtra also. Ella stateilum the government came forward. So our state government has to come forward to clarify the doubts and tell the public that this is transparent, and they should strongly involve in this program, and they should strongly take actions against people and activities criticizing the government program. ഇപ്പോൾ ഈ ലാസ്റ്റ് ഇയർ 10 ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നപ്പോൾ അത് 10 ഫാമിലീസ് they were willing, they came forward for the they agreed for the transplantation. അപ്പം സ്വത പറയുന്നത് ഡോക്ടേഴ്സിന്റെ പെർസെപ്ഷനാണ് പ്രശ്നം. ഡോക്ടേഴ്സ് ഇതിന് പേടിയാണ്. ബ്രെയിൻ ഡെത്ത്, സ്റ്റെം ഡെത്തിന് കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ട്, അത് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും അത് ഫോളോ ചെയ്യാൻ, അതായത് അവർക്ക് ആ തലവേദന എടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് അവർ റെഫ്യൂസ് ടു സർട്ടിഫൈ. അങ്ങനെ ഒരു അവസ്ഥയാണ്. അല്ലാതെ ആളുകൾക്ക് അവയർനെസ് ഇല്ലാത്തതല്ല, ആളുകൾ ദേ ആർ വില്ലിങ്, ഫാമിലീസ് വില്ലിങ് ആണ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഈ ഡോക്ടർമാരുടെ ഭയം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ബൈ സർട്ടൻ കേസസ് ഫൈൽഡ് അഗൻസ്റ്റ് ദം. For example, there is a neuro surgeon in Srihitra Institute. I'm not naming the person. He is a guy who has done the maximum damage. And he has been calling all the empaneled doctors, threatening them that if you certify it, I will file case against you in person. He has written letters. He has written a letter to me too, saying that, I am not a trained transplant surgeon. ആൻഡ് അതുപോലത്തുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ. വൈ ഗവൺമെൻറ് ഹാസ് നോട്ട് ടേക്കൺ ആക്ഷൻ അഗൻസ്റ്റ് ഇറ്റ്? മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കെതിരായിട്ട് ലെറ്റർ വന്നു. സ്വന്തം മകൻ്റെ അവയവം കൊടുത്ത പേരൻസിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ മകൻ ബ്രെയിൻ ഡെഡ് അല്ലായിരുന്നു, ഡോക്ടർമാർ അവയവം മോഷ്ടിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഇദ്ദേഹം വ്യക്തിപരമായിട്ട് അവരുടെ വീടുകളിൽ പോയി ഇന്ന ആൾക്കാർ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്ത ഡോക്ടർമാർക്കെതിരെ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കേസ് കൊടുത്തേക്കുന്ന കേസസ് ഇവിടെയുണ്ട്. സോ പീപ്പിൾ ആർ സ്കേർഡ്. So who should come? The government should come and protect them, because it's the government is the one which is scared noise, and these doctors represent the government. കേസ് ജയിച്ചോ ഇല്ല എന്നുള്ളത് that is a different thing. But then he goes to the media. Even you would have probably seen the full page supplement about him in one of the leading Malayalam dailies on Sunday supplement. ഒറ്റയാട് പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം മീഡിയ കൊടുക്കുന്നു. കാരണം പീപ്പിൾ ഓൾവേസ് ലിസൺ ടു നെഗറ്റീവ് ന്യൂസ്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഒന്നാമത് ഓർഗൻ ഡൊണേഷൻ മാഫിയ എന്ന് പറയുന്നൊരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഓർഗൻ ഡൊണേഷൻ ആരെങ്കിലും ഒരു മാനിപ്പുലേഷൻ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി വിൽ ബിലീവ് ദം റാദർ ദാൻ ബിലീവിങ് ദ ഡോക്ടേഴ്സ്. So the doctors want a peaceful life. I don't want to certify brain stem death and next day somebody come and say that I'm going to file a case against you. It comes in the media. Individual doctors are being criticized. So it is very traumatizing for the doctors to get a case against them for things which they have not done anything. But can one doctor be held accountable for certifying brain death? Because it's a panel. At the end of the day, it's a panel which is certified. Yes. So he wrote a letter to all the panelists, or at least the panelists whom he knows. He may not be knowing exactly who all certified. See, maximum transplantation now is happening in Trivandrum. Donations are happening in Trivandrum in KIMS Hospital. And they need neurologists from Chitra or from medical college to come and do the brain stem certification. So if a person want to ruin the program, he see this program and he understand it, who has come and certify the brain stem death, and then he specifically target them. I will tell you an example of a transplant which I did about 3 years ago. The donor was from a place called Kottarakara, and his wife and he got a small child, and this guy was a very active social worker. And he had a bike accident, and his wife agreed to donate the organs. And we took it from Trivandrum and brought it here.
and the donor recipient is still surviving. So this recipient and donor, the donor's wife, they always keep in touch with them, meet during occasions and everything. So one day this girl, the wife, called me and said that, sir, a guy called on the telephone and told that her husband was not brain dead, and the doctors made 1.5 crores out of certifying brain death on your husband. And he was telling all the calculations: heart this much, kidney this much, lung this much, and everything. So what will this poor lady feel? And she will have, I mean, she only signed the consent to give the heart or organs of her husband. So will she ever be peaceful in her rest of her life? Why there is such a vicious campaign against organ donation or transplant? There is no campaign. There is certain corners of the society is working on it. I really do not know what is the intention of an individual going behind all these programs in the state, focusing on the donors, the recipients, the donor family, the certifying doctors, the transplant. He has actually, in the affidavit in PIL he filed in the High Court, he has written that Dr. Jose Chacko has done 30 heart transplantation, only one is alive. That he has given the information in the court. Somebody else gave me the whole thing, while we have got about 18 patients surviving. Very healthy, 10 years, 11 years, 12 years. The first heart retransplant in India was done by us. He is alive at 11 years now, Girish. Actually, Indian Express has done a feature on him a few years ago. In spite of that, he has given wrong information in his affidavit to the PIL. So I can't really go behind all these things and filing case against him or giving a joint party for that. So I just kind of give up. I said, if people don't want it, why should I? That is a mindset after many years of struggle trying to motivate, because of Heart Care Foundation, which I chair, we have been doing organ donation programs, almost 150 programs we have done in the entire state, motivating people for organ donation. We have done much more than the government has done. In spite of that, there is nobody to defend the program. It is a government's fault. Doctor, how good is the Kerala's healthcare system, like comparable to the rest of the country or the rest of the world? Kerala healthcare system is excellent. It's in par with the West. So we had been always quoting the figures which we have, like infant mortality rate is much lower than even lesser than Europe. Maternal mortality rate is quite low. Immunization is very good. And also maybe in the last 20 years, even the super specialty care also is actually one of the best. Not only it is one of the best, but also it is affordable. Cost-wise also, like for example, a transplantation. I tell you, the last transplant which I did a year and a half ago, the patient went home with a bill of 8.7 lakhs rupees, including 1 month hospital stay, all medicines, transplantation, food, everything. While the neighboring state charges about 40 to 50 lakhs. Even in the corporate hospitals in Kerala, though we say it is expensive, compared to the corporate hospitals outside, we are much cheaper and excellent results. Even in the field of cardiac surgery, last year I was presenting my data. My mortality rate in my department is 0.49%. We have done 1,019 surgeries last year. And the average mortality in international mortality is 1.3%. And we have our result is 0.49%. So likewise, most of the hospitals got excellent results. So not only we have got primary health care, infant, mother and child care, but also super specialties with excellent result as well as affordable cost. So I would rate it as one of the best in the country. Definitely, yes. But at the same time, it said that the people of Kerala have more lifestyle diseases and are morbid most of the time and consume more drugs. Is it true? See, we have always maintained an excellent data of our healthcare in Kerala. Not only healthcare, when COVID came to Kerala, maybe our state was the only state which had a genuine, proper data of COVID-infected patients and the complications and the mortality.
So whenever we talk about this is what is happening in Kerala, that is because we are aware of that is happening. We don't know really whether the other states are doing it. How many people died in Maharashtra? How many people died in other states? They are all speculative numbers. But in Kerala, we have excellent data of healthcare system about death. Suicide example. We say that there is maximum suicide in Kerala because we have got the beautiful data on it. Likewise, everything is being recorded, everything is filed, and the health department or any department keeps a good track of events. Even we talk about drug abuse. Actually, there are much more drug abuse outside Kerala than in Kerala, but we are aware of that. We understand, we think about it, we talk about it, we read about it, we write about it. So we know more about it. That is what exactly is happening. Of course, I'm not saying that we don't drug abuse, but because we know about, everybody reads newspaper, everybody sees television, everybody understands it. You go to some other states, probably they don't bother what is happening around them. So that data is one of the reasons why I feel that we have got healthcare, lifestyle diseases. We have got, obviously we are affordable group, we are educated, we enjoy life. Likewise, we may be exposed to more lifestyle, enjoyments. Thereby, there may be more, but we have got good life expectancy also in Kerala. ഡോക്ടർ ഈ ഫുഡ് ഹാബിറ്റ്സിൻ്റെ ഇപ്പം മലയാളികളുടെ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കരമായിട്ട് മാറി വരുന്നു. അതും ഈ ഹാർട്ട് ബീങ് യു ആർ ഡയറക്ട്ലി ലുക്കിംഗ് ആഫ്റ്റർ ദ പേഷ്യൻസ്. അപ്പം ഈ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ഈ ഹാർട്ട് ഡിസീസ് അത് ഒരു കോറിലേഷൻ കാണും ഓവർ ദി ഇയേഴ്സ്. ലൈക്ക് വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ലൈക്ക് See, there again, it's very difficult to make a comment on food habits because we know that there is more disease, not only heart, malignancy, cancer and everything is, it's becoming very rampant. It may not be necessarily related to the disease spreading all around the place, but maybe because more detection is happening also. In the past, maybe 20 years ago, when somebody get a heart attack, the only treatment which they had was bed rest medicines, morphine for the pain and everything. There was no angiograms. Even when I came back from UK in 1996, we had only 2 centers in Kerala doing angiograms. One was in Chitra and other was in Trichur Heart Hospital, and there was one in Uttradam, of course. And we started the 4th one in Medical Trust Hospital. So now there is about 180 cath labs in Kerala in the last 15 years. Every small town has got a cath lab. Even in Ernakulam, you look, go to Padanganada, you have one in two in Alway. We have got how many in town itself? We have got about 15 of them in the city center. So we are detecting more. We are diagnosing more. We are doing more angioplasties. We are doing more bypass surgeries. Likewise, not only heart cancer detection camp is there. There is a lot of camps happening where you detect early creatinine rise. So we treat them, we start dialysis early, we do transplantation. So that is one of the reasons why we think that the disease is increasing. And we are keeping data on it. Of course, these are all lifestyle diseases. Cancer is a lifestyle disease. Heart disease, kidney problem also is lifestyle disease. So it is important that we modify the lifestyle. We have access to the bad food. We have access to junk food. We eat much more meat than we ate when we were children. So all these things are contributing definitely to the and other thing is we live longer. എന്നാൽ ഒരു പോളിസി വൈസ് ഒരു ഫുഡിന്റെ പോർഷൻ അതിനെക്കുറിച്ചൊരു കാർഡിയോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു അഡ്വൈസ്, ഒരു പോളിസി ലെവലിൽ അതിനെ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. See, we always, whenever I see a patient or a patient family, when I ask them about how much do you eat, they are always, most of the people are on very balanced diet. That gentleman has not developed heart disease because he was overeating. When the wife asked me, doctor, what all food changes can my husband make to prevent or to kind of treat heart disease? Then I asked him, what do you eat in the morning? He said that I ate 1 idli, maybe 2. What do you eat for lunch? I ate 1 chapati and some salad. What do you eat in the night? Most of the night I will have a bowl of rice.
So what should I tell this gentleman to do? If he diet again, he will disappear. So almost 80 to 90% of people above middle age has got a healthy food habits. That's what I believe. But do we eat from outside? We eat from outside much more than in the past. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ വന്നിരുന്ന് കഴിക്കുക എന്നുള്ളതായിരുന്നു. ഒരു ഹോട്ടലിൽ ഇപ്പോൾ കഴിക്കുന്നതിനെ പറ്റി നമുക്ക് പോലും ചെറുപ്പത്തിൽ പോലും ഒന്ന് അഫോർഡബിലിറ്റി ഇല്ലായിരുന്നു, രണ്ട് താല്പര്യം ഇല്ലായിരുന്നു. താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ വി കുഡ് നോട്ട് ആക്സസ് ടു ദാറ്റ്. ഇന്നിപ്പോൾ നൗ യു ഗോ ടു എനി ഫുഡ് ചെയിൻ, ഇറ്റ് ഇസ് ഫുൾ ഓഫ് പീപ്പിൾ ആൻഡ് ആസ് ഇഫ് പീപ്പിൾ ആർ ലിവിങ് ഓൺലി ടു ഈറ്റ്. Not only because they enjoy it, the eating has become a part of our social life, family going out. പിള്ളേർ പറയും അപ്പം നമുക്ക് ഇന്ന് പോകണ്ടേ, അപ്പോൾ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വി ടേക്ക് ദം, ദെൻ വി എൻഡ് അപ്പ് ഇൻ ഈറ്റിംഗ് തിങ്സ്. But definitely about coming back to the diet, we have all learned a balanced diet when we were in the school. We say that this much carbohydrate, this much fat, this much protein, this much of vitamins and trace elements and everything. Almost everybody is sticking on to that. That is what I feel, especially above the age of 40 to 50 years of age. So only when we eat something more than what is recommended, that is only time when we have a problem. You talk about cholesterol. Cholesterol is essential for our day-to-day life. Without cholesterol, there is no life. Only when the cholesterol is high or too high, then only we need to really control our diet. If our cholesterol is normal, and if you are eating healthy diet, that will not produce any lifestyle disease except, it is related to the aging process. When we talk about the ഈ ഹൃദ്രോഗത്തിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് പറയുന്നതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഏജിങ്ങാണ്. എവറിബഡി വിൽ ഗെറ്റ് ഹാർട്ട് ഡിസീസ് ഇഫ് വി ലീവ് ലോങ് ഇനഫ് ടു ഗെറ്റ് ഇറ്റ്. അപ്പോൾ നമുക്ക് ആ ഏജിങ് വി കനോട്ട് പ്രിവെൻറ്റ്. പക്ഷേ സ്റ്റഡീസ് കാണിക്കുന്നത് നമ്മുടെ ഒബീസിറ്റി കൂടുന്നുണ്ട്, അതുപോലെ തന്നെ യങ്ങർ ഏജിൽ കൂടുന്നുണ്ട് എന്നൊക്കെയാണ് നാഷണൽ ആവറേജിനെ കമ്പയർ ചെയ്യുമ്പോൾ കാണിക്കുന്നത്. ഡെഫിനറ്റ്ലി ബിക്കോസ് വി ഹാവ് മോർ ആക്സസ് ടു ഫുഡ് ആൻഡ് ടൈപ്സ് ഓഫ് ഫുഡ് ആൻഡ് എവറിത്തിങ്. അതിൻ്റെ ഭാഗമായിട്ട് ഡിസീസ് കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും വി ഷുഡ് മോട്ടിവേറ്റ് പീപ്പിൾ ടു ഹാവ്. എപ്പോഴും നമ്മൾ ഡയറ്റീഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ വൈറ്റ് പോയിസൺസിനെ പറ്റി പറയുന്നുണ്ട്. ഷുഗർ കഴിക്കരുത്, അല്ലെങ്കിൽ സോൾട്ട് കഴിക്കരുത്, വൈറ്റ് റൈസ് റെസ്ട്രിക്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ വി ടെൽ ദ പേഷ്യൻസ് ആൻഡ് ഫാമിലി അബൌട്ട് ദാറ്റ്. ഐ തിങ്ക് ഡെഫിനറ്റ്ലി വി ഷുഡ് ഗോ ഫോർ ഡയറ്റ് കൺട്രോൾ. ആൻഡ് ഇഫ് യു ആർ ഓവർ അബ്യൂസിങ്, ഇപ്പം സപ്പോസ് ഇപ്പോൾ ഈയിടെ തന്നെ ഒത്തിരി പൊറോട്ടയും ബീഫ് വിൽ പ്രൊഡ്യൂസ് ക്യാൻസർ ഡിസീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഓൾസോ ഈസ് നോട്ട് റിയലി സയൻറ്റിഫിക്കലി ഡോക്യുമെൻറ്റഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞ പോലെ ഇഫ് യു കീപ്പ് ഓൺ അബ്യൂസിങ് a food on a continuous basis, definitely that is going to add. If you are having balanced diet, you can eat beef, you can eat mutton, you can eat chicken, but everything within the limits. നമ്മളൊരു എവറിത്തിങ് ഇൻ മോഡറേഷൻ എന്നാണ് ഞാൻ പേഷ്യൻസിനോട് പറയുന്നത്. ബാലൻസ്ഡ് ആണ്, അങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പക്ഷെ നമ്മുടെ കാർഡിയോവാസ്കുലർ ഡിസീസ് ഒരു മേജർ കില്ലറാണ് കേരളത്തിൽ. അപ്പോൾ ജീൻസ് ആണോ? See, there are a lot of other factors. Diabetes is very rampant in our society. നമ്മുടെ ജനറ്റിക് റേസ് തന്നെ ഇറ്റ്സ് കൈൻഡ് ഓഫ് പ്രോൺ ഫോർ ഡയബറ്റീസ്. ഓൾമോസ്റ്റ് നമ്മളൊരു 40 ഇയേഴ്സിന് മുകളിലുള്ള ആൾക്കാർ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു 20% പേഷ്യൻസും ഡയബറ്റിക് ആയിരിക്കും. ഇപ്പം ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന പേഷ്യൻസിൽ ഒരു 80% ഓഫ് പേഷ്യൻസ് വിൽ ബി ഡയബറ്റിക് പേഷ്യൻസ്. പിന്നെ ഉള്ളത് ഹൈപ്പർ ടെൻഷൻ, ദാറ്റ് ഓൾസോ ഇസ് വെരി റാമ്പൻറ്റ് ഹിയർ. പിന്നെ ഉള്ളത് ഓവർ വെയ്റ്റ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് കോമൺ ഇൻ ഇന്ത്യ ആസ് ഇറ്റ് ഈസ് അബ്രോഡ്. സ്മോക്കിംഗ്, അതിപ്പോൾ ഇറ്റ് ഇസ് കം ഡൗൺ ഡ്രമാറ്റിക്കലി ഇൻ ദ ലാസ്റ്റ് മെനി ഇയേഴ്സ് ആഫ്റ്റർ ദ പബ്ലിക് സ്മോക്കിംഗ് ബാൻ ഈസ് ദയർ. ഫാമിലി ഹിസ്റ്ററി ഈസ് ദയർ. അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതേണ്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ? ഒന്നുമില്ല ഡോക്ടർ എന്ന് പറയും. അന്നേരം ഭാര്യ പറയും, അപ്പോൾ എന്നിട്ട് മറ്റേ ബ്രദറിൻ്റെ പുള്ളിക്ക് ഒരു ഹാർട്ടിന് അപ്പോൾ അതുണ്ടായി. പിന്നെ മറ്റേ ഫാദറിന് പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തില്ല, അത് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നതിന് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർ ദേ ഹാവ് ടു ബി കെയർഫുൾ ഫ്രം യങ് ഏജ് ഇറ്റ് സെൽഫ്. ഡോക്ടർ, ഒരു കോൺസ്പിറസി തിയറി ആണെന്ന് അറിയില്ല, പക്ഷേ ഈ കോവിഡിൻ്റെ വാക്സിൻ കഴിഞ്ഞിട്ട് വെസ്റ്റിലൊക്കെ പല ഇന്ത്യൻ ഡോക്ടേഴ്സ് തന്നെയാണ് ഈ ഹാർട്ടിൻ്റെ മസിൽസിൽ മയോകാർഡൈറ്റിസും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കുറേ ചെറുപ്പക്കാർ ഇപ്പോൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? വാക്സിൻ എടുത്തതിൻ്റെ ആണോ? അത് എന്തെങ്കിലും ഒരു കോറിലേഷൻ കണ്ടിട്ടുണ്ടോ? ജിമ്മിൽ ഷട്ടിൽ കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ. See, vaccine, everybody has got a tendency to blame the treatment delivered by the society rather than
ദ ഡിസീസ് ഇറ്റ് സെൽഫ്. ഇപ്പോൾ നമ്മൾ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറേ വാക്സിനേഷൻ എടുക്കാമെന്ന് വിചാരിച്ചോളൂ. ആൻഡ് if a person dies after vaccination, they will blame the vaccine. They will not blame the cancer if you develop a cancer, because cancer happens spontaneously. Likewise, COVID. ഈ നമ്മൾ പറയുന്ന ലോകത്തിലെ എല്ലാവർക്കും കോവിഡ് വന്നിട്ടുണ്ട്, 99%. Some of them is not diagnosed to have COVID, but they would have come either in a mild form or anything. So അങ്ങനെ വന്ന ഒരു അസുഖത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുമ്പോൾ why should we blame the vaccine for that? വാക്സിൻ എല്ലാവരും എടുത്തിട്ടില്ല. വാക്സിൻ എടുത്തേക്കുന്നവർക്ക് മാത്രമല്ല ഇത് വന്നേക്കുന്നത്. ഇത് ആക്ച്വലി ദിസ് ഈസ് റിലേറ്റഡ് ടു കോവിഡ് rather than related to the vaccine. That is what I tell all the people. COVID has really made the human race a different structurally. അതായത് കോവിഡ് നമുക്ക് അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നിരുന്നാലും ഇറ്റ് ഈസ് പ്രൂവ്ഡ് ടു പ്രൊഡ്യൂസ് ലോട്ട് ഓഫ് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഇൻ ദ ഹ്യൂമൻ ബോഡി, എസ്പെഷ്യലി ഓൺ ദ ബ്ലഡ് വെസൽസ്. നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഈ ഹാർട്ട് ഡിസീസ് തുടങ്ങുന്നത് പലപ്പോഴും ഇൻഫെക്ഷൻസുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള പണ്ട് മുതലേ നമുക്ക് ഒത്തിരി എവിഡൻസ് ഉണ്ട്. ആൻഡ് ഇൻഫെക്ഷൻ ക്യാൻ പ്രൊഡ്യൂസ് ഇൻഫ്ലമേഷൻ ഓൺ ദ ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദ ബ്ലഡ് വെസൽ. ആ ഇൻഫ്ലമേഷൻ ക്യാൻ ഗ്രാജുവലി എൻഡ് അപ്പ് in a small ulcer on which the disease can happen. അതാണ് ഈ കോവിഡ് വന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കോവിഡ് സ്ട്രോങ് ആയിട്ട് വന്ന ആളുകൾക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് ഡോക്യുമെൻറ്റഡാണ്. That is not because of the vaccine, it is because of the COVID infection per se producing lot of changes in the human arterial system in the form of inflammation. അപ്പോൾ അങ്ങനത്തെയുള്ള അതാണ് ഈ യങ്ങർ ഏജിലും സൊസൈറ്റിയിലും ഹാർട്ട് ഡിസീസിൻ്റെ ഇൻസിഡൻസ് കൂടാനുള്ള കാരണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് സ്റ്റഡീസ് ബിക്കോസ് ഇറ്റ് ഈസ് സച്ച് എ ബ്രോഡ് ടോപ്പിക്. Millions of people have been involved with this disease, and it's very difficult to study individuals who had COVID and who doesn't have COVID. ഇങ്ങൾക്ക് കോവിഡ് വന്നിട്ടില്ല എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് അയാളെ നോൺ കോവിഡ് സ്റ്റഡി ഗ്രൂപ്പിൽ നമുക്ക് പെടുത്താൻ പറ്റത്തില്ല. കാരണം he probably would not have tested positive, but he would have had a COVID. അപ്പം അധികം സ്ട്രെയിൻ ഈ ജിമ്മിലൊക്കെ എന്താണ് അതിനകത്ത് ഒരു സൊല്യൂഷൻസ്? ഒരു ആയാസ് കൂടുതൽ ഇത് എടുക്കരുത് എന്നുള്ളതാണോ? അല്ലല്ല, അങ്ങനെ നമ്മൾ എക്സസൈസ് ഈസ് വൺ ഓഫ് the best lifestyle modification the human race can have. There is a lot of scientific data to say that exercise save lives and prevent diseases or prolong the onset of disease. അതുകൊണ്ട് എക്സസൈസിനെതിരായിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഇതുണ്ടാകാൻ പാടില്ല. പക്ഷേ then who and what exercise they do and at what time of their life. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ജിമ്മിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണു അല്ലെങ്കിൽ എക്സസൈസിനിടയ്ക്ക് കുഴഞ്ഞു വീണെന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ഇറ്റ് ഈസ് അഫക്റ്റിങ് യങ്ങർ പീപ്പിൾ ഓൾസോ, ആൻഡ് മേ ബി യങ്ങർ പീപ്പിൾ മോർ ദാൻ ദ എൽഡർലി പീപ്പിൾ. ഇവരാണല്ലോ ജിമ്മിൽ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പെട്ടെന്നൊരു സഡൻ ഡെത്ത് ഉണ്ടാകാനുള്ള പല കാരണങ്ങൾ നമ്മൾ തന്നെ അറിയാതെ പോവുകയാണ്. ഇതിപ്പോൾ ഈ ഒത്തിരി യങ് ഏജിൽ ഒത്തിരി ഓവർ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഹാർട്ട് മസിൽസ് ബിക്കം ഹാർഡർ. ഹൈപ്പർട്രോഫി എന്ന് പറയും. ഹൈപ്പർട്രോഫി വന്നു കഴിയുമ്പോഴത്തേക്ക് ഹാർട്ട് മസിൽ ഇത്ര ഉണ്ടാകുന്ന മസിൽ ഇത്രയാവും. അപ്പം അത്രയും മസിൽസിന് ബ്ലഡ് കിട്ടണം. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നോർമലി നമ്മുടെ ഹാർട്ട് മസിൽസിന് 1 മിനിറ്റിൽ കിട്ടുന്ന 500 ml ബ്ലഡാണ്. 1 മിനിറ്റിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് കിട്ടുന്ന ബ്ലഡ് എന്ന് പറയുന്നത് 500 ml. ടോട്ടൽ നമ്മുടെ ശരീരത്തിലുള്ളത് 5 ലിറ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ 10% ബ്ലഡ് ഈസ് ഗോയിങ് ടു ദ ഹാർട്ട് നോർമലി വെൻ വി ആർ ടോക്കിംഗ് ലൈക്ക് ദിസ്, സിറ്റിംഗ് ഡൗൺ ലൈക്ക് ദിസ്. ബട്ട് വെൻ യു എക്സസൈസ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിവിയറിറ്റി ഓഫ് ദ എക്സസൈസ്, ദാറ്റ് ക്യാൻ ഗോ അപ് ടു 2 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ്. അതായത് 5000 ml നിന്ന് 2000 ml ഹൃദയത്തിലെ മാംസപേശികളിലേക്ക് നമുക്ക് മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത്, അപ്പോൾ നമ്മൾ ഓരോ ഓർഗൻസും വർക്ക് ചെയ്യുന്നതനുസരിച്ച് മറ്റേ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറച്ചിട്ടാണ് പൂൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓർഗന് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ബ്ലഡ് ഗോ ടു ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മോർ ബ്ലഡ് ഗോസ് ടു ദ ഹാർട്ട്. അപ്പോൾ ഈ ഹാർട്ടിന് ഭയങ്കര തിക്നെസ് ഉള്ള അല്ലെങ്കിൽ ഹൈപ്പർട്രോഫി ഉള്ള ഒരാൾ എക്സസൈസ് ചെയ്യുമ്പം ഈ 2 ലിറ്റേഴ്സ് പോലും പോരാ, അതിൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഹാർട്ട് വിൽ സഫർ ഫ്രം ലാക്ക് ഓഫ് ബ്ലഡ്. And suddenly they will develop some issues, they may collapse and could not be revived. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം. സ്ട്രക്ചറൽ ഹാർട്ട് അബ്നോർമാലിറ്റി എന്ന് പറയും. വാൽവിൻ്റെ പ്രോബ്ലം ഉള്ളവർ, അത് ബ്ലോക്ക് ഉള്ളവരായിരിക്കണം എന്നില്ല, ഹൃദ്രോഗം ഉള്ളവരായിരിക്കണം എന്നില്ല, അവരുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉള്ള ആൾക്കാർ
ഇപ്പം നമ്മൾ പലപ്പോഴും ഈ സഡൻ ഡെത്ത് ആകുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ദേ വുഡ് ഹാവ് ഹാഡ് എ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി. അപ്പോൾ ഈ ഫാമിലി ഹിസ്റ്ററി നമ്മൾ ഒരിക്കലും അണ്ടർമൈൻ ചെയ്യരുത്. സപ്പോസ് ഇഫ് സംബഡി ഈസ് ഗോയിങ് ടു ഗോ ടു ദ ജിം ഫോർ ദ ഫസ്റ്റ് ടൈം, ദേ ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് വിത്ത് എ ഡോക്ടർ ദാറ്റ് ദേ ഹാവ് നോ റിസ്ക് ഫാക്ടേഴ്സ് ടു ഡെവലപ്പ് ഹാർട്ട് ഡിസീസ്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫുൾ ചെക്കപ്പ് നടത്തി മേക്ക് ഷുവർ ദാറ്റ് ദർ ഹാർട്ട് ഈസ് സ്ട്രോങ് ഇനഫ്. പിന്നെ ചിലരൊക്കെ നമ്മൾ ജിമ്മിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആദ്യത്തെ ആഴ്ച തന്നെ ഒത്തിരി ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു അഡിക്റ്റീവായിട്ട് പോകുന്നു. അവർ ചെന്നിട്ട് ദേ ഡു ബിയോണ്ട് വാട്ട് ദേ ആർ സപ്പോസ് ടു ഡു. അപ്പോൾ ദേ ആർ സ്ട്രെയിനിങ് ദംസെൽഫ്, സ്ട്രെസ്സിങ്. ഇതിൻ്റെ കൂടുതൽ ബ്ലോക്കും ഉണ്ട് കേട്ടോ. ഒരു 40 ഇയേഴ്സിന് മുകളിലേക്കുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൊറോണറി ആർട്ടറി ഡിസീസ് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ സഡൻ ഡെത്ത്. അപ്പോൾ ഇതുപോലത്തുള്ള പിന്നെ സ്പോർട്സ് പീപ്പിൾ എന്തോരം ആൾക്കാർ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ ഇതെല്ലാം ഹാർട്ട് മസിൽസിലുണ്ടാകുന്ന അല്ലെങ്കിൽ രക്തധമനികളിലുണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് അൺഡിറ്റക്റ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ആൻഡ് ഓൾസോ ജിം ഷുഡ് ഹാവ് ഓൾ ദ ഫെസിലിറ്റീസ് ടു ടാക്കിൾ സച്ച് പ്രോബ്ലംസ് ഓൾസോ. ഡിഫിബ്രിലേറ്റർ, ഓട്ടോമേറ്റഡ് ഡിഫിബ്രിലേറ്റർ എല്ലാ ജിമ്മിലും ഉണ്ടായിരിക്കണം. ഓർ ദ ട്രെയിനേഴ്സ് ഷുഡ് ബി ട്രെയിൻ ഫോർ ഡൂയിങ് CPR. അതുപോലത്തെ ഉള്ള കാര്യങ്ങളും നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ പ്രീകോഷൻസ്, ഇഫ് സംതിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻസ്, ദർ ഇസ് എ ഗുഡ് പൊട്ടൻഷ്യൽ ദാറ്റ് വി ക്യാൻ സേവ് ദിസ് യങ് പീപ്പിൾ if people attending to them are trained to do that. ഈ സ്പോർട്സ് പേഴ്സൺസിന് ഹെഡ് ബിറ്റ് കുറവാണ് കണ്ടീഷൻ വരുന്നത്. അത് ഡേഞ്ചറസ് ആണോ? എസ്പെഷ്യലി യങ് പ്ലേയേഴ്സ്, ഫുട്ബോൾ പ്ലേയേഴ്സ്. അപ്പോൾ അവരത് സ്ക്രീൻ ചെയ്തിട്ടാണോ കളിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആർ എക്സ്പോസ് ടു മെഡിക്കൽ ചെക്കപ്പ് ഓൺ എ റുട്ടീൻ ബേസിസ് ബൈ ദ പീപ്പിൾ ഹു ഹയർ ദം ഡെഫിനറ്റ്ലി. പക്ഷേ ഈ ഹാർട്ടിൻ്റെ റേറ്റ് കുറയാനുള്ള നമ്മൾ ശ്രമിക്കേണ്ട ഹാർട്ട് റേറ്റ് കുറയ്ക്കാനാണ്. കാരണം ദ ലെസ്സർ ദ ഹാർട്ട് ബീറ്റ് ദ ലോങ്ങർ വി ലീവ്. അപ്പം നമുക്ക് ഒരു എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും വൈ ഡു വി ഡു എക്സസൈസ്? ആ എക്സസൈസ് ഈസ് ടു മോഡുലേറ്റ് അവർ ബോഡി to consume less energy for more work. അതാണ് എൻ്റെ ഈ എക്സസൈസിൻ്റെ പ്രിൻസിപ്പിൾ. അതാണ് നമ്മളിപ്പം ഒരിക്കലും എക്സസൈസ് ചെയ്യാത്ത ഒരാൾ ഒരു ദിവസം ഓടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹാർട്ട് റേറ്റ് 200 വരെ കൂടും, വിച്ച് ഈസ് അൺഹെൽത്തി. സോ യു ആർ ടാക്സിങ് ദ ഹാർട്ട് ടു ബീറ്റ് 200 times a minute, which can produce problem with the heart. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ടുഡേ ഐ സ്റ്റാർട്ട് വാക്കിംഗ്, ഐ വാക്ക് ഫോർ 1 year. ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ ഹാർട്ടിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്യാണ് ടു ഗീവ് യു വാട്ട് യു വോണ്ട് വിത്ത് ലെസ് എഫേർട്ട്. അതാണ് ഈ സ്പോർട്സ്മാൻ വരുന്നത്. അപ്പോൾ സ്പോർട്സ്മാൻ 100 meters ഓടുന്ന ഒരു സ്പ്രിൻ്ററിന് അദ്ദേഹം വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഈസ് ട്രെയിൻ ടു മേക്ക് ഹിം റൺ 100 meters with a heart rate of maybe 100-120. While if we do that, our heart rate may go up to 200, which is extra demand on the heart. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് അവർ സെൽഫ് ട്രെയിനിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വിൽ ബി somewhere around 50, 55 or even 45, which is physiological. അസുഖം കൊണ്ട് ഹാർട്ട് റേറ്റ് 50 ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. If it is a sportsman or a person who regularly exercise, having a lower heart rate is a healthy heart rate. So that അവർ ഓടുമ്പോഴത്തേക്കും അവരുടെ ഹാർട്ട് റേറ്റ് 50 എന്നുള്ളത് 70 ആകത്തുള്ളൂ. ബാക്കിയുള്ളവർ ഓടുമ്പോഴത്തേക്കും അവരുടെ ഹാർട്ട് റേറ്റ് 70 എന്നുള്ളത് 150 ആവും. സോ ദേ ആർ അൺഹെൽത്തി പീപ്പിൾ. അതുകൊണ്ട് അത് ഈ ഹാർട്ട് റേറ്റ് കുറയുന്നത് കൊണ്ട് ഫിസിയോളജിക്കലായിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഡേഞ്ചറസ് ടു ദം. ഡോക്ടർ ഏജ് കഴിഞ്ഞാൽ ഡോക്ടർ ബ്ലഡ് ചെക്കപ്പ് എബോവ് 40 എവറി ഇയർ യു ഷുഡ് ഡു ബ്ലഡ് ചെക്കപ്പ്. അങ്ങനെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ജനറലി നമ്മൾ പറയാറുണ്ട്, പക്ഷേ വി ഡോണ്ട് ഇൻസിസ്റ്റ് ഓൺ ദം എക്സെപ്റ്റ് ഇഫ് ദേ ഹാഡ് ഫാമിലി ഹിസ്റ്ററി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി അഡ്വൈസ് ദം ടു ഗോ ഫോർ ഇറ്റ്. മീ ബീയിങ് എ സർജൻ, നോട്ട് മെനി പേഷ്യൻസ് കം ടു മീ asking me advice or anything. They come to me only when they are advised to do a bypass or a valve replacement. But cardiologists definitely get people, generally physicians get people, doctor, do I need a health checkup? ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഹെൽത്ത് ചെക്കപ്പ് എല്ലായിടത്തും ഇതുണ്ടല്ലോ. അപ്പോൾ ജനറലി ഇഫ് ദർ ഈസ് എനി ഡയബറ്റീസ് ഓർ എനി അതർ റിസ്ക് ഫാക്ടേഴ്സ് വിച്ച് വി മെൻഷൻഡ് earlier, or if there is a strong family history, 35 years and above ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒരു ചെക്കപ്പ് നടത്തണം, എസ്പെഷ്യലി ഫോർ ദ ഹാർട്ട്, വിച്ച് ഇൻക്ലൂഡ്സ് എക്കോകാർഡിയോഗ്രാം ആൻഡ് ട്രെഡ്മിൽ ടെസ്റ്റ് ആൻഡ് ഓൾ ദ ബ്ലഡ് ടെസ്റ്റ് ലൈക്ക് തൈറോയിഡ് ആൻഡ് കൊളസ്ട്രോൾ. അത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യണം. ഡോക്ടർ, ഇപ്പോൾ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ടല്ലോ, മോഡേൺ മെഡിസിൻ വേഴ്സസ് ട്രഡീഷണൽ
systems of medicine. So കുറച്ച് ഡോക്ടേഴ്സ് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് that like on social media and all the campaigning, you know, ഇത് കഴിക്കുന്ന മോശമാണ്, ഇത് ചവനപ്രാശം മോശമാണ്, ഇത് മഞ്ഞൾ മോശമാണ്, things like that. So do you agree with that kind of campaign, or do you think that there should be a comprehensive system of medicine which combines the best of everything? That is ideal, but would never happen. ഇതിനകത്തുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ മോഡേൺ മെഡിസിൻ ഹാസ് ഗോട്ട് എ റോൾ ടു പ്ലേ ആൻഡ് ട്രഡീഷണൽ മെഡിസിൻ ഓൾസോ ഹാസ് ഗോട്ട് എ റോൾ ടു പ്ലേ. അത് തമ്മിലുള്ള ഒരു ഗ്രേ ഏരിയയിൽ വരുമ്പോഴാണ് നമുക്ക് ഇഷ്യൂ വരുന്നത്. which disease should be treated by modern medicine and which should be treated by homeopathy and Ayurveda and Unani. അത് നമ്മൾ ഒരു ഡെഫിനിഷൻ അതിനകത്ത് ഉണ്ടാക്കണം. കാരണം ആയുർവേദ ഡെഫിനറ്റ്ലി കനോട്ട് റീപ്ലേസ് എ പ്രൊസീജിയർ ഫോർ ബൈപ്പാസ്. ആയുർവേദ കനോട്ട് റീപ്ലേസ് എ വാൽവ് റീപ്ലേസ്മെൻറ്റ്. ആയുർവേദ കനോട്ട് ഡു എ ട്രീറ്റ്മെൻറ്റ് ഫോർ അപ്പൻഡിസൈറ്റിസ്. ആയുർവേദ എന്ന് പറയുന്ന ഒരു വേ ഓഫ് ലിവിങ് ആണ്, ഒരു ലൈഫ് സ്റ്റൈൽ ആണ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അതുകൊണ്ടാണല്ലോ അവർ പഥ്യങ്ങൾ പറയുന്നത്. ഒത്തിരി അവർ നേച്ചറിലേക്ക് പോകുന്നു, മറ്റേ കഷായം, ഈ കഷായം, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ദേ ആർ കൈൻഡ് ഓഫ് ബ്രിങ്ങിങ് തിങ്സ്. ആൻഡ് ഇത് ദാറ്റ് മേ ബി വെരി യൂസ്ഫുൾ ഇൻ ക്രോണിക് ഡിസീസസ് ലൈക്ക് നമുക്ക് വാദം വന്നു, അല്ലെങ്കിൽ ജോയിൻറ്റിന് പെയിൻ വന്നു, നടക്കാൻ ബുദ്ധിമുട്ട് വന്നു, അതുപോലത്തെയുള്ള നമുക്ക് എന്താ പറയുന്ന ഒരു ക്രോണിക് ഡിസീസസിന് ഒരു പക്ഷേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡയറ്റ് കൺട്രോളും നേച്ചറിലേക്കുള്ള തിരിയുന്നതുകൊണ്ട് ചിലപ്പോൾ കുറേയൊക്കെ ആശ്വാസം ഉണ്ടായെന്ന് വരാം. പക്ഷെ പെട്ടെന്നൊരു എമർജൻസി വരുന്നു, നമുക്കൊരു ട്രോമ വരുന്നു, ആയുർവേദം കനോട്ട് ഡു എനിത്തിങ്. ആക്സിഡൻറ്റ്സ്, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നു, ആയുർവേദം കനോട്ട് ഡു ഇറ്റ്. അക്യൂട്ട് മെഡിസിൻ, അതുപോലത്തുള്ള കാര്യങ്ങളിലേക്ക് ആയുർവേദം കയറി ഇടപെടുമ്പോൾ ഹൃദ്രോഗത്തിന് ആയുർവേദം എന്ന് പറഞ്ഞൊരു പരസ്യം വന്നു കഴിയുമ്പോഴത്തേക്കും ദേ ആർ കൈൻഡ് ഓഫ് ജനറലൈസിങ് ഓൾ ഹാർട്ട് ഡിസീസ്. പക്ഷേ ദേ ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു എമർജൻസി ഹാർട്ട് അറ്റാക്ക് സിറ്റുവേഷൻ. അപ്പോൾ ആൾക്കാർ അങ്ങനെ വരുന്നവരും ആയുർവേദത്തിലേക്ക് പോകാനുള്ള ഒരു ഇൻസെൻറ്റീവാണ് വരുന്നത്. അപ്പം ഓപ്പറേഷൻ അവോയ്ഡ് ചെയ്യാമല്ലോ, ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ സ്റ്റെൻറ്റ് അവോയ്ഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പരസ്യം കണ്ടു കഴിയുമ്പോഴത്തേക്കും ദേ ഗോ ടു ആയുർവേദ ആൻഡ് ദേ ഗെറ്റ് ഇൻ ടു ട്രബിൾ. അപ്പോൾ ആയുർവേദക്കാരും അവർ പബ്ലിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ ട്രീറ്റ്മെൻറ്റ് ബ്രാഞ്ച് കൊണ്ട് ഏറ്റവും കൂടുതൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ ദിസ്. ഇപ്പോൾ നമ്മൾ ലിവർ പ്രോബ്ലം, അതായിരിക്കും യു മീൻ ദാറ്റ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഈ കീഴാനെല്ലി എന്നൊക്കെ പറഞ്ഞ മരുന്നുകളെ പറ്റിയൊക്കെ ഉള്ളത്. അത് ആക്ച്വലി ആയുർവേദ ഡോക്ടേഴ്സ് they don't have a way of diagnosing the nitty-gritties of an illness. ഇപ്പോൾ നമ്മളൊരു CT സ്കാൻ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ആയുർവേദ ഡോക്ടർ ഡസൻ നോ. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് SGOT, SGPT, ഓരോരോ മൈനർ ഗാമ GT എല്ലാം ഓൾട്ടർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഫൈൻ ചേഞ്ചസ് വിൽ ഗീവ് ദ ഡയഗ്നോസിസ്, ഡിഫറെൻറ്റ് ഡയഗ്നോസിസ് വിച്ച് ദ ആയുർവേദ മേ നോട്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ്. അപ്പോൾ അങ്ങനത്തെയുള്ള ഒത്തിരി ലിമിറ്റേഷൻസ് ആയുർവേദയ്ക്കുണ്ട്. അലോപ്പതിക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ക്രോണിക് ആയിട്ടുള്ള ഡിസീസിന് അലോപ്പതി മേ നോട്ട് ബി ഗുഡ്. സോറിയാസിസ്, ജീവിതം മുഴുവൻ സോറിയാസിസ്, ചിലപ്പോൾ ഒരുപക്ഷെ ഡയറ്റും മെഡിസിൻസും കൊണ്ട് കുറഞ്ഞേക്കുന്ന ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അലോപ്പതി മെഡിസിൻസ് അങ്ങോട്ട്. ഡെർമറ്റോളജിക്കൽ ഡിസീസ് പലതും അങ്ങനെയാണ്. ദേ ഓൾവേസ് ലീവ് വിത്ത് എ സ്കിൻ പ്രോബ്ലം വിച്ച് മേ ബി ബെറ്റർ ഓഫ് ഇഫ് ദേ അവോയ്ഡ് എ പെർട്ടിക്കുലർ ഫുഡ് ഓർ യൂസ് ഇറ്റ്. അവിടെ നമുക്ക് ആയുർവേദ ഹാസ് ഗോട്ട് എ മേജർ റോൾ ടു പ്ലേ. ഹോമിയോ, അവിടെയും നമുക്ക് സയൻറ്റിഫിക്കലി ഹോമിയോ ഡോക്ടേഴ്സിന് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടൂളില്ല, ഡയഗ്നോസ്റ്റിക് ടൂളില്ല. ദേ ആർ ട്രീറ്റിംഗ് എവരി ഫീവർ ലൈക്ക് എ ഫീവർ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റായിട്ട് ഓരോ ഏരിയയും ഇൻവൈഡ് ചെയ്യരുതാത്ത ഏരിയയിൽ നിന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള സ്പെക്ട്രത്തിൽ നിന്നുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. ഇതിപ്പം ഇതിനകത്ത് വേറൊരു പ്രോബ്ലം വന്നേക്കുന്ന ഈ ആയുർവേദ പാസ്സായ ഡോക്ടർമാരെ ദേ ആർ പുട്ടിങ് ദം ഇൻ ടു ദ മോഡേൺ മെഡിക്കൽ ഹോസ്പിറ്റൽസ്. BIMS, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഹോമിയോപ്പതി പാസ്സായവരെ ദേ ആർ പുട്ടിങ് ആസ് ജൂനിയർ ഡോക്ടർ ലെവലിലേക്ക് കാഷ്വാലിറ്റി കൊണ്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ദേ ആർ നോ ട്രെയിനിങ് ഇൻ എനി ട്രോമ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നതാണ് മോഡേൺ മെഡിസിനിലെ ആൾക്കാർ കൂടുതൽ ഒബ്ജക്റ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് റിയലി അൺസേഫ് ഫോർ ദ പേഷ്യൻറ്റ്. അവർ ഫോക്കസ് ചെയ്യുന്ന മോഡേൺ മെഡിസിൻ്റെ സൈഡ് ഇഫക്റ്റും സർജറിയുടെ സൈഡ് ഇഫക്റ്റും വൂണ്ട് ഇൻഫെക്ഷൻസും ഒക്കെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദർ ഈസ് ലോട്ട് ഓഫ് തിങ്സ് ടു ബി ക്രിട്ടിസൈസ്ഡ്. പക്ഷേ ഒരു ഫൈൻ ബാലൻസിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഐ ഡോണ്ട് നോ വെർ ഇറ്റ്സ് പോസിബിൾ അറ്റ് ഓൾ. ഇപ്പം ലോട്ട് ഓഫ് ഹോസ്പിറ്റൽസ് ഹാവ് ഗോട്ട് ആയുർവേദിക് ഏരിയാസ് വിത്ത് ദം. രാജഗിരി ഹാസ് ഗോട്ട്, എനിക്ക് തോന്നുന്നു, ആയുർവേദിക് സെക്ഷൻ. അമല ഹാഡ് ഇറ്റ് ഫോർ മെനി ഇയേഴ്സ് ഇൻ ട്രിച്ചൂർ.
പല സ്ഥലങ്ങളിലും ആയുർവേദ ഒരു സെക്ഷനായിട്ട് മോഡേൺ മെഡിക്കൽ ഹോസ്പിറ്റൽസിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി എ സിംബയോസിസ്, ഒരു മ്യൂച്വലി ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പോളിസിയിലേക്ക് പോകുന്നതായിരിക്കും സേഫർ ഫോർ ദ പേഷ്യൻസ്. ഒരു ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ ഓൾ ദീസ് ട്രഡീഷണൽ ഫോംസ് ഓഫ് മെഡിസിൻ സൂഡോ സയൻസ് എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ആണ്. ഡു യു അഗ്രി വിത്ത് ദാറ്റ് ആർഗ്യുമെന്റ്? ട്രഡീഷണൽ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ അത് സൂഡോ സയൻസ് ആണ്, പ്രോപ്പർ സയൻസ് അല്ല. What do you think about that? നമ്മൾ ആയുർവേദം, ഇപ്പം മൈ ഗ്രാൻഡ് ഫാദർ വാസ് എൻ ആയുർവേദിക് ഡോക്ടർ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ആയുർവേദം തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് ഒരു വ്യക്തി അദ്ദേഹത്തെ കണ്ട ഒരു താളിയോല ഗ്രന്ഥം കൊടുത്തു എന്നാണ്. ആ താളിയോല ഞങ്ങളുടെ തറവാട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, സാൻസ്ക്രിറ്റിൽ എഴുതിയിരുന്ന. ആ പുള്ളിയെ പഠിപ്പിച്ചു കൊടുത്തു. ആൻഡ് വാട്ട് ഈസ് ടോട്ട് ടു ഹിം ഹി ഈസ് പ്രാക്ടീസിങ്. അപ്പോൾ അദ്ദേഹം ഹി വാസ് ആൻ ENT ആയുർവേദിക് ഡോക്ടർ. കഴുത്തിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ, ഹെഡ് ഏക്ക്, പുള്ളി ഹി ക്ലെയിംസ് ദാറ്റ് ഹി ഹാസ് ഈവൻ ഹീൽഡ് മൗത്ത് ക്യാൻസേഴ്സ്. ഒത്തിരി അവിടെ തന്നെ പുള്ളിയുടെ തറവാട്ടിൽ കുറേ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് CP മാത്യു എന്ന് പറഞ്ഞൊരു ഓങ്കോളജിസ്റ്റ്, ക്യാൻസർ വിദഗ്ധൻ കോട്ടയത്തു നിന്ന് ഞങ്ങളുടെ തറവാട്ടിൽ വരുമായിരുന്നു, പുറവത്തായിരുന്നു. അപ്പം അത് സയൻറ്റിഫിക്കലി അല്ല പുള്ളി പഠിച്ചതും. പുള്ളി മെഡിസിനും പഠിച്ചിട്ടില്ല, ആയുർവേദം പഠിച്ചിട്ടില്ല. ബട്ട് ഹി റെഡ് ഇറ്റ് ഇൻ എ താളിയോല ഗ്രന്ഥം ആൻഡ് ഹി സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ്. ബട്ട് ഹി ഗോട്ട് ബെനിഫിറ്റ്. ഹി ആർ ലോട്ട് ഓഫ് പേഷ്യൻസ്, ക്യൂ ആയിരുന്നു പേഷ്യൻസ് ആ കാലഘട്ടത്തിൽ. ഐ എം ടോക്കിംഗ് അബൌട്ട് നിയർലി 60-70 years ago. അപ്പോൾ അതിനൊരു റോളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ വെദർ ഇറ്റ് ഈസ് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ്, വാട്ട് ഈസ് എ ഡേറ്റ, അങ്ങനത്തുള്ള കാര്യങ്ങൾ നമുക്കില്ല. പക്ഷേ അലോപ്പതിയിൽ ഓരോത്തിനും ഡേറ്റ ഉണ്ട്, പ്രൂവ്ഡാണ്, സയൻസ് അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ സൈഡ് ഇഫക്ട്സ് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. സൈഡ് ഇഫക്ട്സ് ഉണ്ട് എന്ന് ആയുർവേദക്കാർ പറഞ്ഞാലും വി നോ ദർ ഈസ് സൈഡ് ഇഫക്ട്സ്. ബട്ട് വി ഓൾവേസ് ഫീൽ ദാറ്റ് എവറിത്തിങ് വിച്ച് ഹാസ് ഗോട്ട് ആൻ ഇഫക്റ്റ് വിൽ ഹാവ് എ സൈഡ് ഇഫക്റ്റ്. അപ്പോൾ നമ്മൾ ഇഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും വി ഹാവ് ടു എക്സ്പെക്ട് ദാറ്റ് ദർ ക്യാൻ ബി എ കോംപ്ലിക്കേഷൻ റിലേറ്റഡ് ടു ദാറ്റ്. അതിനേക്കാൾ കൂടുതൽ കോംപ്ലിക്കേഷനാണ് വെൻ ആയുർവേദ പീപ്പിൾ ഡോണ്ട് ട്രീറ്റ് ദ ഡിസീസ് ഇൻ ദ റൈറ്റ് വേ. ദ മിസ് ലോട്ട് ഓഫ് ഇഷ്യൂസ്. ആൻഡ് എന്തോരം പാമ്പ് കടി ഫോർ എക്സാമ്പിൾ, എന്തോരം ആൾക്കാർ ഡൈഡ് ബിക്കോസ് ഓഫ് റോങ് ട്രീറ്റ്മെൻറ്റ്. ജോണ്ടിസ്, എല്ലാ ജോണ്ടിസും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ജോണ്ടിസിന് Aയും Bയും Cയും അതൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എവരി ജോണ്ടിസ് ഈസ് ബീങ് ട്രീറ്റഡ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ചിലർ നാച്ചുറലി ഹീൽ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ദാറ്റ് ദേ ആർ. ഇപ്പം നമ്മൾ ബൈപ്പാസ് കൂടാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിടയ്ക്ക് ഇവിടെ മുഴുവൻ ബോർഡുകളുണ്ടായിരുന്നല്ലോ, ഒത്തിരി ഡോക്ടേഴ്സ് ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ആക്ച്വലി നാച്ചുറൽ ഹീലിങ്ങിനെ ബേസ് ചെയ്താണ് അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആ നാച്ചുറൽ ഹീലിംഗ് പ്രോബ്ലം ഇവിടെ ഹാപ്പൻഡ് ഈവൻ വിതൗട്ട് ട്രീറ്റ്മെൻറ്റ്. കീലേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ECP എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങനത്തെ ഒത്തിരി ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വിത്ത് നോ സയൻറ്റിഫിക് ബേസിസ്. കുറേ നമ്മളെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ തരും, കുറേ ബൈപ്പാസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷം, കുറേ പൈസ കുറച്ചു എന്നുള്ള സന്തോഷം. അങ്ങനെ ആ സൊമാറ്റിക് ഡിസീസിൻ്റെ ആ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഈസ് ബീങ് taken care of by this kind of medicines. But I don't think the disease will never be cured. Maybe palliate ചെയ്യാം. പിന്നെ by motivating them, they buy time. ആ ടൈം ഇറ്റ് സെൽഫ് ഹീൽ. ചില ആളുകൾക്ക് 3 രക്തധമനി ഫുൾ 100% ബ്ലോക്കായിട്ട് വരുന്നവരുണ്ട്. പക്ഷേ they have no heart attack because ഒരെണ്ണം ബ്ലോക്ക് ആകുന്നതിന് മുമ്പ് അതിൽ നിന്ന് മറ്റേ സൈഡിലേക്കും അവിടെ ബ്ലോക്ക് ആകുന്നതിനും ഇങ്ങോട്ടും ക്രിസ് ക്രോസ് ആയിട്ട് നാച്ചുറൽ ബൈപ്പാസ് തന്നെ നടന്നിട്ടുള്ള ആൾക്കാരുണ്ട് വിത്ത് നോ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് പോയി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആയുർവേദ കനോട്ട് ക്ലെയിം ദാറ്റ് ഐ ഹാവ് ഹീൽഡ് ദം. നാച്ചുറോപ്പതിയുടെ പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്, നാച്ചുറൽ ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ടൈം ബൈ ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾക്ക് മോഡേൺ മെഡിക്കൽ ഡിസിപ്ലിൻ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ്. ബട്ട് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു അസുഖം, ലൈഫ് എടുക്കുന്ന ഒരു അസുഖം, അങ്ങനത്തെ ഉള്ള അസുഖങ്ങൾക്ക് ആയുർവേദം ഈസ് നോട്ട് ടു ബി റെക്കമെൻഡഡ്. ഇപ്പൊ ഭൂഷൺ കിട്ടിയപ്പോൾ എന്തായിരുന്നു ഡോക്ടറിന്റെ ഫസ്റ്റ് റിയാക്ഷൻ? എക്സ്പെക്റ്റഡ് ആയിരുന്നു? അല്ല എങ്ങനെയാണ് അറിഞ്ഞത്? ത്രൂ ന്യൂസിൽ അറിഞ്ഞതാണോ? അല്ല ന്യൂസിൽ അറിഞ്ഞതല്ല. ആക്ച്വലി the day before I was called by ജോർജ് കുര്യൻ, മിനിസ്റ്ററുടെ സെക്രട്ടറി എന്നെ വിളിച്ചിരുന്നു. പുള്ളി വിളിച്ചിട്ട് പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, ഫൈനൽ ലിസ്റ്റിലേക്ക് ഡോക്ടർ പേര് വന്നിട്ടുണ്ട്, അത് മിനിസ്റ്റർ വിളിച്ച് ഡോക്ടറെ ഒന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആരോടും പറയരുത്, ഇറ്റ്സ് നോട്ട് കൺഫേംഡ്. പക്ഷേ ഈ ഫൈനൽ ലിസ്റ്റിലേക്ക് അധികം പേരുടെ പേര് വരെ എല്ലാവരും ചൂസ് ചെയ്യപ്പെടത്തില്ല എന്ന് പറഞ്ഞു. അതായിരുന്നു ഫസ്റ്റ് ഹിൻ്റ് ഉണ്ടായത്.
പിന്നെ ഉണ്ടായത് റിപ്പബ്ലിക് ഡേയുടെ അന്ന് തലേദിവസമാണുള്ളത് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മണിയായപ്പോൾ കളക്ടർ കോൾ മീ ഫ്രം ഹിസ് ചേംബർ ആൻഡ് ആസ്ക് മീ ക്യാൻ ഐ ഷെയർ യുവർ നമ്പർ വിത്ത് ഹോം ഓഫീസ്. അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, കൊടുത്തോട്ടം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളി വിളിക്കുന്നതിന് തൊട്ട് 15 മിനിറ്റ് മുമ്പ് തന്നെ അവിടുന്ന് കോൾ വന്നിരുന്നു. ഹോം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഇഫ് യു ആർ ഗിവൺ ദിസ് അവാർഡ് വിൽ യു അക്സെപ്റ്റ് ഇറ്റ്. കാരണം പലരും ഇത് റിജക്റ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇറ്റ്സ് എ ബിഗ് ഇൻസൾട്ട് ടു ദ ഗവൺമെൻറ് ഐ തിങ്ക് പീപ്പിൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഐ മീൻ ഇറ്റ്സ് എ പ്രിവിലേജ് ഫോർ മീ. എന്നാലും ഡോക്ടറെ കൺഫേംഡ് അല്ല, ഞങ്ങൾ കുറേ അധികം പേരെ വിളിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കും, എന്നിട്ട് അതിൽ നിന്ന് ഞങ്ങൾ ലാസ്റ്റ് ചൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഡോക്ടർ ആരോടും പറയണ്ട, വീട്ടിൽ പോലും പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇറ്റ് കെയിം ഇൻ ദ മീഡിയ. അത് വളരെ ലേറ്റായിട്ടാണല്ലോ വന്നത്, ലേറ്റ് നൈറ്റ് 9-9:30. അത് വന്നു കഴിയുമ്പോഴാണ് കൺഫേം ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഇറ്റ് വാസ് എ ഗ്രേറ്റ് റെക്കഗ്നീഷൻ. ഐ നെവർ എക്സ്പെക്റ്റഡ്. ഐ മീൻ പത്മശ്രീ ഇറ്റ്സെൽഫ് വാസ് എ ബിഗ് ഓണർ ഫോർ മീ. പക്ഷേ then again over the last 12 years I have forgotten that I got Padmasri, and lot of places I go they also never knew that I had Padmasri. അപ്പോൾ അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ, ഇതിപ്പോൾ 2 വർഷം കഴിയുമ്പോൾ പത്മഭൂഷൺ കിട്ടിയ കാര്യം നമ്മളോട് മറന്നു പോകും, until somebody addresses you by that name. പക്ഷേ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദ വർക്ക് വിച്ച് ഹവ് ഡൺ. അപ്പോൾ ഞാൻ പറയും നമ്മളുടെ ഈ യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് അബൌട്ട് ദ health care in Kerala. How you compare. I think, they really represent the healthcare scenario in Kerala. അത് നമ്മളുടെ ഒരു സംസ്ഥാനത്തിന് തന്നെ കിട്ടിയേക്കുന്നൊരു അംഗീകാരമാണ്, ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് കിട്ടിയേക്കുന്നൊരു അംഗീകാരമാണ്. ആൻഡ് ഐ എം ഓൾവേസ് പ്രൗഡ് ദാറ്റ് ഐ കെയിം ബാക്ക് ടു ദ സ്റ്റേറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ഈവൻ ഞാൻ ഇവിടെ വന്ന് മെഡിക്കൽ റെസ്റ്റ് തുടങ്ങിയിട്ട് ട്രാൻസ്പ്ലാന്റ് ട്രെയിനിങ്ങിന് തിരിച്ച് പോകുന്ന സമയത്ത് പോലും ഐ വാസ് പ്രഷറൈസ്ഡ് ടു ജോയിൻ ബാക്ക് ഇൻ UK. അന്നൊക്കെ കാർഡിയക് സർജൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, ഇന്നും ഉണ്ട്. ആൻഡ് ഒബ്വിയസ്ലി മൈ 2 brothers were there. ഒരാൾ കാനഡയ്ക്ക് പോയി, ഈസ് എ ഡോക്ടർ. 1 person is settled down in UK. അപ്പോൾ എല്ലാവരും അവിടെ ആയിരുന്നപ്പോൾ ഐ ഹാഡ് അഡീഷണൽ റീസൺ ടു സ്റ്റേ ബാക്ക് ഇൻ UK. പക്ഷേ സംഹൗ ഗോഡ് ഗൈഡഡ് മീ ടു മൈ ഹോം ടൗൺ. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ദൈവാനുഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെക്കഗ്നീഷൻ ആയിരിക്കുന്നതല്ല. ഈ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ അത് തുടക്കം എങ്ങനെയായിരുന്നു? വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ ആൻഡ് how did it happen? Inspiration actually, we discussed about the first heart transplantation in 2003. അപ്പോൾ 2003 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞ് ദാറ്റ് വാസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ന്യൂസ് ഇൻ ദ മീഡിയ. എല്ലാ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജും. പിന്നെ അത് എബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കഥകളും, എബ്രഹാം എന്ത് ചെയ്താലും പത്രത്തിൽ വരുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ദാറ്റ് റിയലി ബ്രോട്ട് മീ ഇൻ ടു എ ഡിഫറെൻറ്റ് പെഡസ്ട്രൽ. അപ്പം എനിക്ക് ഒരു 2005 ഞാൻ ഞങ്ങളുടെ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കാർഡിയോതൊറാസിക് സർജൻസിൻ്റെ ഒരു നാഷണൽ കോൺഫറൻസ് ഇവിടെ ഹോസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ടൈം ഇൻ കേരള, മെറിഡിയനിലായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം ഈ ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2ാമത് ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വിപിൻ എന്ന് പറഞ്ഞ പയ്യനായിരുന്നു. പുള്ളി ഒരു പെയിൻറ്ററായിരുന്നു. പുള്ളിയുടെ പെയിൻറ്റിങ് എല്ലാം അവിടെ കോൺഫറൻസിന് കൊണ്ടുപോയി വെച്ച് ഡോക്ടേഴ്സ് വന്നത് മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോൺഫറൻസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പുള്ളി എന്നോട് പറഞ്ഞു, ഡോക്ടർ, സൊസൈറ്റി ഹാസ് ഗിവൺ യു സോ മച്ച്. ഐ തിങ്ക് യു ഷുഡ് ഗിവ് സംതിങ് ബാക്ക് ടു ദ സൊസൈറ്റി, ആൻഡ് ദിസ് ഈസ് എ ടൈം യു ഷുഡ് സ്റ്റാർട്ട് എ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ ദ ഹാർട്ട് പേഷ്യൻസ്. ഇപ്പോൾ ഒരു ഹാർട്ട് വില്ലേജ് നമുക്ക് ഉണ്ടാക്കണം, അതിന് മുമ്പായിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. അങ്ങനെയാണ് ഞങ്ങൾ 2006 ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. ഐ വാസ് ഓൺലി ഡോക്ടർ ഇൻ ദാറ്റ് ഗ്രൂപ്പ്. റസ്റ്റീസ് എന്നോട് പറഞ്ഞ ഇപ്പോഴും ഇവിടെ ഒരു ഈവൻറ്റ് മാനേജറായിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എറണാകുളത്ത്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഷിപ്പ് യാർഡിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബിസിനസ്സുകാരൻ. ഇത്രയും പേര് കൂടി നമ്മൾ ആ ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. അത് പിന്നെ 2008 അന്നത്തെ ഗവർണർ വന്ന് ഇനോഗ്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മെയിൻലി ഡേറ്റ റിസർച്ച് പ്രിവെൻഷനായിരുന്നു ഇതിൻ്റെ ഒരു ഇതിനകത്തുണ്ടായിരുന്ന ട്രസ്റ്റ് ഡീഡിലുണ്ടായിരുന്ന കാര്യങ്ങൾ. പക്ഷേ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ എ ഫൗണ്ടേഷൻ ഓർഗനൈസേഷൻ വിച്ച് ഈസ് നോട്ട് നോൺ ഇൻ ദ സൊസൈറ്റി ടു സ്റ്റാർട്ട് ലൈക്ക് തിങ്സ് ലൈക്ക് ദാറ്റ്, ബിക്കോസ് വി നീഡഡ് ഫണ്ടിങ് ആൻഡ് ഓൾ. അപ്പോൾ അന്നേരം ഞങ്ങൾ വിചാരിച്ചു വി വിൽ ട്രൈ ടു പ്രൊജക്റ്റ് ദ ഓർഗനൈസേഷൻ ബൈ വേ ഓഫ് ഹെൽപ്പിംഗ് പൂർ പേഷ്യൻസ്. ആ സമയത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലൊന്നും ഹാർട്ട് സർജറി നടക്കുന്നില്ല, ബൈപ്പാസ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളൊരു 2009 ഫസ്റ്റ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തു. 1000 hearts, 1000 lives, 1000 families എന്ന് പറഞ്ഞു. അപ്പോൾ 1000 പാവപ്പെട്ട ഹൃദ്രോഗികൾക്ക് ഹാർട്ട് സർജറി സബ്സിഡൈസ്ഡ് റേറ്റിൽ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ചെയ്തു കൊടുക്കാനുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ ഐ ഡിഡ്ന്റ് വാണ്ട് ടു പുട്ട് മൈ ഹോസ്പിറ്റൽ ഇൻ ഫോർ ഫ്രണ്ട്, ഡൂയിങ് സംതിങ് ടു ദ പുവർ മീൻസ് ടു ദ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്.
അന്ന് ഇതുപോലെയൊന്നും ഗവൺമെൻറ് ഫണ്ടിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ പ്രൊജക്റ്റാണ് നമ്മൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അന്ന് സുരേഷ് ഗോപി ബിക്കെയിം അവർ ബ്രാൻഡ് അംബാസഡർ. ശ്രീശാന്ത് ഓൾസോ വാസ് ഇൻ ദ ലൈം ലൈറ്റ്. ഇവർ രണ്ടുപേരുമായിരുന്നു ബ്രാൻഡ് അംബാസഡേഴ്സ്. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുവൈറ്റിൽ ചെന്നപ്പോഴത്തേക്ക് അന്നൊരു സണ്ണിച്ചായൻ ഉണ്ടായിരുന്നു. മേ ബി യു വുഡ് നോ, ടൊയോട്ട സണ്ണിച്ചായൻ എന്ന് വിളിക്കും. പുള്ളി മരിച്ചുപോയി. പുള്ളി ഈസ് എ വെരി റിച്ച് മാൻ. അപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഐ വിൽ ഗിവ് യു 10 lakhs rupees ടു സ്റ്റാർട്ട് ദിസ് പ്രൊജക്റ്റ്. ബട്ട് കോട്ടയം നോ മെഡിക്കൽ കോളേജസ് ഇൻ കേരള ഡസ് ബൈപ്പാസ്, സോ യു ഷുഡ് ഗോ ആൻഡ് ട്രെയിൻ ദ ഡോക്ടേഴ്സ് ആൻഡ് ദെൻ കോൾ മീ ബാക്ക്, ഐ വിൽ ഫണ്ട് ഇറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയ ആദ്യത്തെ, അന്ന് ചന്ദ്രമോഹൻ സാർ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഡോക്ടർ ജയകുമാറായിരുന്നു എൻ്റെ കാലിൽ നിന്ന് വെയിൻ എടുത്തതെന്ന്. ഫസ്റ്റ് ബൈപ്പാസ് അവിടെ ചെയ്തു. അവർ ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്ത് അവർക്ക് കാത്ത് കിട്ടി, സർജിക്കൽ പ്രോഗ്രാം തുടങ്ങി. അവിടുന്ന് നമ്മൾ ഹെൽപ്പ് തുടങ്ങുന്നത്. അന്ന് 40,000 rupees ആയിരുന്നു ഒരു ബൈപ്പാസ് സർജറിക്ക് മെഡിക്കൽ കോളേജസ് ചാർജ് ചെയ്തിരുന്നത്. അതിൽ 30 ഫൗണ്ടേഷൻ വുഡ് ഗീവ് ആൻഡ് 5 ദ പേഷ്യൻ്റ് ഹാസ് ടു ടേക്ക് ആൻഡ് 5 ലയൺസ് ക്ലബ്ബ് വുഡ് ഗീവ്, ദെൻ 5 some other. അങ്ങനെ ഒരു 45,000 rupees കളക്ട് ചെയ്ത് അങ്ങനെ പതുക്കെ തുടങ്ങി. പിന്നെ ട്രിവാൻഡ്രത്ത് കൊടുത്തു, കാലിക്കറ്റിൽ തുടങ്ങി. അങ്ങനെ 2016 ആയപ്പോൾ ഞങ്ങൾ 800 പേഷ്യൻസിനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തു. ആ സമയപ്പോൾ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഗ്രൂ, ഇറ്റ് ഈസ് നോൺ ടു ദ സൊസൈറ്റി. പിന്നെ നമ്മൾ സ്കൂളുകളിൽ പോയി, നമ്മുടെ മാഗസിൻ വന്നു, കെയറിങ് ഹാർട്ട്സ് എന്ന് പറഞ്ഞിട്ട് 3 monthly മാഗസിൻ. ആംബാൻഡ്, സുരേഷ് ഗോപിനെ ഡിസൈൻ ചെയ്ത ഒരു പിള്ളേർക്കെല്ലാം ഇട്ട് കൊടുക്കുന്ന ആംബാൻഡ് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ്റെ അതൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു ശ്രീശാന്ത് അന്ന് വേൾഡ് കപ്പൊക്കെ കളിക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ കയ്യെ കുറേ സാധനങ്ങളുണ്ടായിരുന്നത് കൊടുത്ത് നമ്മുടെ ബാൻഡും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ പ്രൊജക്റ്റ് തീർന്നപ്പോൾ ഇപ്പം നമ്മൾ മെയിൻലി ചെയ്യുന്ന CPR ട്രെയിനിങ്. 2021 ഗവർണർ വന്ന് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു, നമ്മുടെ സെൻറ്റ് ട്രീസാസ് കോളേജിൽ വെച്ച് നമ്മൾ ലോഞ്ച് ചെയ്തു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 1000 വോളണ്ടിയേഴ്സിനെ വി ആർ ട്രെയിനിങ് ഓൺ CPR. അങ്ങനെ ഒരു 10 years കൊണ്ട് സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി ഒരു എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒരു 1000 പേരെ വെച്ച് വോളണ്ടിയേഴ്സ് ആക്കി റിക്രൂട്ട് ചെയ്ത് അവരെ കൊണ്ട് സ്മോളർ ഗ്രൂപ്പിൽ പോയിട്ട് CPR ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രൊജക്റ്റ്. സേവ് എ ലൈഫ് ടൈം എന്ന് പറഞ്ഞ പ്രൊജക്റ്റ്. ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞു, തൃശ്ശൂർ കഴിഞ്ഞു, കോട്ടയം കഴിഞ്ഞു, ആലപ്പി കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗോ, ഓരോ കോളേജുകളെ സെൻറ്റർ ചെയ്ത് ഇങ്ങനെ 1000 പേരെ ട്രെയിൻ ചെയ്യും. അവരുടെ കംപ്ലീറ്റ്ലി ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. വി ഗോ വിത്ത് എ കമ്പ്യൂട്ടറൈസ്ഡ് മാനിക്യൻ, ടീച്ച് ദം, മേക്ക് ദം ടു ഡു ഇറ്റ്. ഇഫ് ദ ഫെയിൽ ദ ഹാവ് ടു റീഡു ദ തിങ്. അങ്ങനെ അവർ 6 മാസം കഴിയുമ്പോൾ റീട്രെയിൻ ചെയ്യും, സർട്ടിഫിക്കറ്റ് കൊടുക്കും. അങ്ങനത്തെ ഒരു മേജർ പ്രോജക്റ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും ആക്റ്റീവായിട്ട് പോകുന്ന പ്രോജക്റ്റ്. ഇപ്പം ഞങ്ങൾക്കൊരു ഓഫീസുണ്ട്, ഒരു COA ഉണ്ട്, ഒരു PRO ഉണ്ട്. വി ഗെറ്റ് ഫണ്ടിങ്സ് ഫ്രം ലോട്ട് ഓഫ് ഓർഗനൈസേഷൻസ്. പുറത്തുനിന്ന് ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇതില്ല. എന്നാലും ഞങ്ങളുടെ പേഷ്യൻസ് കിട്ടും. ഇപ്പോൾ ഫൗണ്ടേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ചില റിച്ച് പേഷ്യൻസൊക്കെ ദേ പേ സം മണി ടു ദാറ്റ്. ആ ഫണ്ട് കൊണ്ടാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട്. പിന്നെ BPCയിൽ ഞങ്ങളുടെ 2 ഡിസ്ട്രിക്റ്റ് സ്പോൺസർ ചെയ്തു CPR ക്ലാസ്സിന്. ഇറ്റ്സ് ഗോയിങ് വെൽ. How do you keep yourself like pleasant? Like എല്ലാ പ്രാർത്ഥനയാണ്, എന്താണ് അത്, യോഗ എന്താ? How do you ഒരു എല്ലാ ദിവസവും പേഷ്യൻസ് കാണുമ്പോൾ ഒരു പ്ലസന്റ് ഫേസ് ആയിട്ട് എന്തെങ്കിലും? Lot of doctors who has a pleasant face means that they are relaxing at work. അത് തന്നെയായിരിക്കും അവർ റിലാക്സേഷൻ. ഐ മീൻ ഒബിയസ്ലി ഞാനിപ്പോൾ സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ നേഴ്സിനോട് ചോദിക്കും, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ യുവർ ലൈഫ് എന്ന് ചോദിക്കും. അപ്പോൾ അവർ പലതും ഇങ്ങനെ അതും പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ യുവർ ലൈഫ് ഈസ് വാട്ട് യു ആർ ഡൂയിങ് നൗ. ഇപ്പോൾ നമ്മളോട് എല്ലാവരോടും ചോദിച്ചു ഏതാ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത കാര്യം എന്താണെന്നുള്ളതിനെപ്പറ്റി നമ്മൾ വറി അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇഫ് ഐ ഗോട്ട് എക്സ്ട്രാ പേഷ്യൻസ്, I see patients even at 10 o'clock in the night. Still I try to, മനസ്സിലൊത്തിരി ടയർഡാണ്, എന്നാലും I always smile at them. I ask them personal things. I spend time with them. കാരണം if I don't enjoy my job, that become a big burden. പിന്നെ ഞങ്ങൾ റിലാക്സ് ചെയ്യാൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, lot of people will have their own hobbies. People have thought me as a person who is very go to church. അങ്ങനത്തെ ഒരിക്കലും I am not a person who goes to church. But I always has a trust in a power. നമ്മൾ ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് ആക്ച്വലി I thought I got a lot of limitations. Now I know that what I do
ഈസ് എ ബെസ്റ്റ് എനി സർജൻ ക്യാൻ ഡു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ 10 years. ഐ എം നോട്ട് ബോസ്റ്റിംഗ് മൈസെൽഫ്. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഡോക്ടർ, വാട്ട് യു ആർ ഡൂയിങ് ഇസ് എ ബെസ്റ്റ് എനിബഡി ക്യാൻ ഡു, ദെൻ വൈ ഡു യു വോണ്ട് ടു സ്ട്രെസ് യുവർ സെൽഫ്? God has given you this power to heal this individual. So be cool, be calm, don't get stressed up, do your job. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വർക്ക് ഇപ്പോഴും ഒരു വർക്ക് ഈസ് വർഷിപ്പ് എന്നുള്ള മട്ടിൽ പോകാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഐ ഗോ ഫോർ വാക്കിംഗ്, ഫാമിലിയുടെ കൂട്ടത്തിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊരു മൂവിക്ക് പോകും, പിന്നെ പിള്ളേരൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുമ്പോഴത്തേക്കും ഹാവ് ഗുഡ് ടൈം. ഐ ഡോണ്ട് റീഡ് മച്ച്. But farming, I told you, but not only I go to farm, I go through the YouTube channels about plants and disease, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അങ്ങനത്തുള്ള ഒത്തിരി കാര്യങ്ങൾ. ദാറ്റ് ഈസ് ആക്ച്വലി ദാറ്റ് വെൻ മീ ഔട്ട്. എനിക്ക് ഇടയ്ക്കൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു തോട്ടത്തിൽ വീണിട്ട്. 3 years I had to undergo a shoulder operation because I fell from a height in my farm. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ട് 2.5 മാസം I had to take break at home with a sling on my shoulder. ആ സമയത്തെല്ലാം ഞാൻ ചെയ്തിരുന്ന ഈ ഫാമിങ്ങിനെ പറ്റിയുള്ള ഓരോരുത്തരുടെ യൂട്യൂബ് ചാനലുകൾ, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കാണുക. ദാറ്റ് റിയലി ഗേവ് മീ സം കൈൻഡ്. അല്ലെങ്കിൽ ഒരു 2.5 മാസം നമ്മൾ വെറുതെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം നോട്ട് അലൗഡ് ടു ഡ്രൈവ്, ഐ എം നോട്ട് അലൗഡ് ടു ഗോ ഔട്ട് സൈഡ്. അങ്ങനത്തുള്ള ഒത്തിരി കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഒബിയസ്ലി നമുക്കെല്ലാം ഒരു വെൻഡിങ് ഔട്ട്, റിലാക്സിങ് ഇതുണ്ടായിരിക്കണം, ഒരു ഓൾട്ടർനേറ്റീവ് ഇൻ അവർ ലൈഫ്. You are sticking on to your decision to retire, sir. I don't. That is my dream. പക്ഷേ അപ്പോൾ ഞാൻ ആരോട് പറഞ്ഞു കഴിഞ്ഞാലും ദേ സേ നോ ഡോക്ടർ യു കാൻറ്റ് റിട്ടയർ. അപ്പോൾ ഞാനെപ്പോഴും പറയും ദർ ഇസ് നോ ഹ്യൂമൻ ബീയിങ് ഇർറിപ്ലേസബിൾ. ഇല്ല, നമ്മൾ നോക്കിയാൽ നമ്മളിപ്പോൾ ഈ വലിയ ആൾക്ക്, ഇപ്പോൾ ജോർജ് പി എബ്രഹാം മരിച്ചു, എന്ത് സംഭവിച്ചു? ഹൂ ലോസ്റ്റ്? ദ ഫാമിലി ഓൺലി ലോസ്റ്റ്. കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൊണ്ട് യൂസ്ഡ് ആവില്ലേ? ഐ റിട്ടയർ, നത്തിങ് വിൽ ഹാപ്പൻ. 1 മാസം. പക്ഷെ അത് ശരിയാണ്. അത് സ്കിൽസ് അല്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞില്ലേ, പഴയതുപോലെ ചെയ്യാൻ പറ്റുന്ന. തീർച്ചയായിട്ടും നമ്മുടെ ദർ വർ ഡേയ്സ് വെൻ ഐ ഡിഡ് 6 സർജറീസ് ഓൺ മൈ ഓൺ. ഇപ്പോൾ എനിക്കൊരു 3 സർജറീസ്. ഈവൻ ഫിസിക്കലി ഐ ആം 66. അപ്പോൾ നമ്മൾ ഗ്രോ ചെയ്യുന്നതോറും നമ്മളപ്പം ഡോക്ടേഴ്സ് വിൽ കൺഫൈൻ ദംസെൽസ് ടു ലെസ് നമ്പർ ആൻഡ് ഡെലിഗേറ്റ്. ഡെലിഗേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ് ഞങ്ങളുടെ. അതാണൊരു പ്രോബ്ലം. കാരണം ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ക്യാൻ കോസ് ലൈഫ്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റിയിൽ. പക്ഷേ ദെൻ വി ഗോട്ട് എ ഗുഡ് ടീം. 3 സർജൻസ് ഉണ്ട് കൂടെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നവർ. ദേ ഡു ഗുഡ് ജോബ്. ഒരാളെൻ്റെ അടുത്ത് 20 years ആയിട്ട് ഉള്ളതാണ്, ഒരാൾ 13 years, ഒരാൾ 5 years. അപ്പോൾ അവർക്കെല്ലാം ഞങ്ങളുടെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പല ലീഡേഴ്സ് ഉണ്ടെങ്കിലും വി ഫോളോ ദ സെയിം പ്രോട്ടോക്കോൾ. വി ഡു ദ സർജറി ഇൻ ദ സെയിം വേ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ദ സെയിം വേ, മാനേജ്മെൻറ്റ്, നഴ്സിംഗ് മാനേജ്മെൻറ്റ് എല്ലാം ഒരേ ഇതങ്ങോട്ട് ചെയ്യുന്ന കാരണം ആർക്കും കൺഫ്യൂഷനില്ല. ചില ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ സർജൻ അങ്ങനെ, ആ സർജൻ അങ്ങനെ, അവരുടെ പ്രോട്ടോക്കോൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ദ നേഴ്സസ് ഗെറ്റ് കൺഫ്യൂസ്ഡ്. പിന്നെ എല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്യുന്ന കാരണം ദർ ഈസ് നോ ഇൻറ്റേർണൽ കോമ്പറ്റീഷൻ ഓർ എനിത്തിങ്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വലിയൊരു സക്സസ് ആണ്. റിട്ടയർ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം.